പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ചാൾസ് ഡീക്കൻസ് എന്ന മനുഷ്യൻ തൻ്റെ നഗരങ്ങളുടെ കഥയെന്ന പുസ്തകം ആരംഭിക്കുമ്പോൾ അദ്ദേഹം അതിന് കൊടുക്കുന്ന ഒരു ആമുഖം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, അത് ഏറ്റവും മെച്ചമായ ഒരു കാലമായിരുന്നു, ഒപ്പം മോശമായതും. അത് വിജ്ഞാനത്തിൻ്റെ യുഗമായിരുന്നു, ഒപ്പം അജ്ഞതയുടെയും. ഞങ്ങളുടെ ലോകം പ്രകാശപൂർണമായിരുന്നു, ഒപ്പം അന്ധകാര നിബിഡവും. ഞങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിലുകളും തുറന്നവയായിരുന്നു, ഒപ്പം എല്ലാം അടഞ്ഞതും. ഒരു കാലഘട്ടത്തിൻ്റെ രണ്ട് വശങ്ങളെയാണ് മഹാനായ സാഹിത്യകാരൻ തൻ്റെ തൂലിക കൊണ്ട് കോറിയിടുന്നത്. നാം ആയിരിക്കുന്ന ഈ കാലവും ഇതിൽ നിന്നൊന്നും ഒട്ടും വിഭിന്നമല്ല. ഒരു വശത്ത് മനുഷ്യർ വെള്ളം കുടിച്ചു മരിക്കുന്നു, അടുത്ത സ്ഥലത്ത് മനുഷ്യർ വെള്ളം ഇല്ലാതെ മരിക്കുന്നു, ഒരു സ്ഥലത്ത് മനുഷ്യർ ആഹാരം കഴിച്ചു മരിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് മനുഷ്യർ ആഹാരം ഇല്ലാതെ മരിക്കുന്നു. ഒരു സ്ഥലത്ത് മനുഷ്യനെ മഞ്ഞ് കൊല്ലുന്നു, മറ്റൊരു സ്ഥലത്ത് മനുഷ്യനെ മഴ കൊല്ലുന്നു. ആകപ്പാടെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ലോകം. 20-ാം നൂറ്റാണ്ടിൽ നിന്ന് മനുഷ്യൻ 21-ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് കുത്തിയിട്ട് ആകപ്പാടെ 26 വർഷമേ ആകുന്നുള്ളൂ. 2000 മുതൽ 2026 വരെയുള്ള കഴിഞ്ഞ 26 വർഷം. 26 വർഷത്തെ സൂക്ഷിച്ചു നോക്കുന്ന ആർക്കും അറിയാം എന്തെല്ലാം പ്രതിസന്ധികൾ വല്ലാതെ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. 2000 ആണ്ടിന് ശേഷമാണ് മേഘവിസ്ഫോടനം എന്ന വാക്ക് ഇത്ര സർവ്വസാധാരണമാകാൻ തുടങ്ങിയത്. 2000 ആണ്ടിന് ശേഷമാണ് ഓസോൺ പാളിയുടെ സുഷിരത്തെക്കുറിച്ച് കാലാവസ്ഥാ നിരീക്ഷകർ കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തുവാൻ തുടങ്ങിയത്. 2000-ന് ശേഷം ഉണ്ടായിട്ടുള്ള ഏത് ഭൂകമ്പങ്ങൾ എടുത്താലും റിക്ടർ സ്കെയിലിൽ 7-ന് മുകളിലുള്ള ഭൂകമ്പങ്ങളെ 2000 ആണ്ടിന് ശേഷം ഉണ്ടായിട്ടുള്ളൂ. 2000 ആണ്ടിന് ശേഷം ലോകത്തിൽ സംഭവിച്ചിട്ടുള്ള അതേ ദുരന്തങ്ങൾ, അത് സുനാമി ആണെങ്കിലും കൊള്ളാം, ഓഖി ആണെങ്കിലും കൊള്ളാം, ഇതെല്ലാം മനുഷ്യ മനസാക്ഷികളെ മരവിപ്പിച്ചിട്ടുള്ളതാണ്. ഈ 26 വർഷത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അത് യഥാർത്ഥത്തിൽ ഭൂകമ്പമോ യുദ്ധമോ ഒന്നുമല്ല, യഥാർത്ഥത്തിൽ വൈറസുകൾ. അത് ഞാൻ പറഞ്ഞ കാര്യമല്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോടീശ്വരൻ ടെസ്ലയുടെ ഒക്കെ ഓണറായിരിക്കുന്ന എലോൺ മസ്ക്. അദ്ദേഹത്തിന് മുമ്പ് ആ പട്ടം ചൂടിയിരുന്നത് ബിൽഗേറ്റ്സ് എന്ന് പറയുന്ന മാന്യനായ ഒരു മനുഷ്യ സ്നേഹിക്കുക. 2016 തോന്നുന്നു ഒരു TV ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാറേ നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഹൈഡ്രജൻ ബോംബും ആണവ ബോംബും ഒന്നുമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വൈറസുകളുടെ ആക്രമണമാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 26 വർഷത്തിനകത്ത് 17 വൈറസുകൾ ആക്രമിച്ച ഒരു ഭൂമിയിലാണ് ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനതിൻ്റെ പേരുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. സാർസ്, മിർസ്, നിപ്പ, ആന്ത്രാക്സ്, എംബോള, ക്രാന്തിപ്പശു, പന്നിപ്പനി, പക്ഷിപ്പനി, യെല്ലോ ഫംഗസ്, ബ്ലാക്ക് ഫംഗസ്, നോറ വൈറസ്, സിക്ക വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ് തുടങ്ങി ലോകത്തിലെ 215 രാജ്യങ്ങളെ മുഖം മൂടി അണിയിച്ചതും സോപ്പ് വെള്ളത്തിൽ അലിഞ്ഞുപോയതുമായ കോവിഡ് ഉൾപ്പെടെ 17 വൈറസുകൾ അനന്തതയുടെ അഗാധതയിൽ നിന്ന് അടിച്ചുയർന്ന് ഞൊരഞ്ഞു പതഞ്ഞ് തീരത്തടയുന്ന തിരമാല പോലെ മനുഷ്യകുലത്തിനു നേരെ കടന്നുകയറ്റം നടത്തിയ ഒരു കലികാലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ മനുഷ്യരെവിടാ സുരക്ഷിതരായിരിക്കുന്നത്? ഒരിക്കൽ മലയാള സാഹിത്യത്തെ കൈപിടിച്ചുയർത്തി അതിൻ്റെ അത്തിച്ചോടിലെത്തിക്കുന്നതിൽ പരമാർത്ഥം പങ്കുവച്ച കവിയാ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറ്. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, കവി അങ്ങയുടെ അഭിപ്രായം പറ, അങ്ങയുടെ അഭിപ്രായത്തിൽ മനുഷ്യനേറ്റവും സുരക്ഷിതനായിരിക്കുന്നത് എവിടെയാ? ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യജീവിത ചക്രം പരിശോധിച്ച മഹാനായ കവി തൻ്റെ കവിതയിൽ പാടി പറഞ്ഞു വെച്ചു, മനുഷ്യനേറ്റവും സുരക്ഷിതനായിരിക്കുന്നത് അവനവൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന, അവനവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന ആ 10 മാസമാണ് മനുഷ്യജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ കാലം. പക്ഷെ കാലം മാറിയപ്പം, കാലഘട്ടം മാറിയപ്പം കാലത്തിൻ്റെ കണക്ക് പുസ്തകം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന കാഴ്ച, മനുഷ്യൻ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ അമ്മയുടെ ഉദരം പോലും അവന് പാർപ്പിന് അനുകൂലമല്ലാത്ത ഒരു ലോകം. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരത്തോട് ഓരോ വർഷത്തിലും പുറത്തു വരുന്ന അബോർഷനുകളുടെ കണക്ക് പരിശോധിക്കുന്ന ആർക്കും അറിയാം, ലോകത്തിലാകമാനം 5 കോടി കുഞ്ഞുങ്ങളാ ഒരു വർഷത്തിനകത്ത് അമ്മമാരുടെ ഉദരങ്ങളിൽ കൊല്ലപ്പെടുന്നത്. അതിനകത്ത് തന്നെ 1.5 കോടിയിലധികം കുഞ്ഞുങ്ങൾ ഭാരതത്തിലെ അമ്മമാരുടെ ഉദരങ്ങളിൽ കൊല്ലപ്പെടുന്നുവെന്നുള്ളത് കൃത്യമായൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അമ്മയുടെ ഉദരം പോലും മനുഷ്യന് പാർപ്പിന് അനുകൂലമല്ലാത്ത ഒരു ലോകം. എന്നാൽ ഇന്ന് രാത്രി ദൈവസഭയുടെ ഈ സുവിശേഷ യോഗത്തിൽ പങ്കെടുക്കുന്ന
ദൈവമക്കൾക്ക് ഒരു സുരക്ഷിതത്വ അവകാശപ്പെടാനുണ്ട്. അത് സങ്കീർത്തനക്കാരൻ്റെ വാക്കുകൾ കടമെടുത്താൽ പർവ്വതങ്ങൾ ഇളകിയാലും അത് ചെന്ന് സമുദ്രത്തിൽ വീണാലും അതിൻ്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ചു കയറിയാലും നാം ഭയപ്പെടത്തില്ല. കാരണം നമ്മെ നന്നായി അറിയുന്ന ഒരു മഹാദൈവത്തിൻ്റെ മുമ്പിൽ. സന്തോഷമുള്ളവരൊക്കെ ആ കര ഉയർത്തിപ്പിടിച്ച ഒരല്പസമയങ്ങൾ ഈ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞു തുടങ്ങാമോ? ജീസസ്. ബലിഷ്ഠമായ കരങ്ങൾ, സുരക്ഷിതത്വം, അതുതന്നെയല്ലേ നമ്മുടെ ആരാധനയുടെ നിധാനം. പ്രാർത്ഥനയോട് വചനത്തിന് മുമ്പിൽ തുടരണം. ഇത് യോഗങ്ങളുടെ പ്രഥമ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സുവിശേഷ യോഗത്തിൻ്റെ പ്രസക്തി അത് ഓർപ്പിക്കപ്പെടേണ്ടത് സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വവും കടപ്പാടുക. ആരെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമുണ്ട്. ബൈബിളിൽ തന്നെ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് ഇത്ര പ്രസക്തി? മറ്റു പുസ്തകങ്ങൾ പോലെ, മറ്റു മതഗ്രന്ഥങ്ങൾ പോലെ ഒരു മതഗ്രന്ഥം അല്ലേ ബൈബിൾ? മറ്റു മതഗ്രന്ഥങ്ങൾ പോലൊരു മതഗ്രന്ഥമാണ് ബൈബിളെങ്കിൽ മറ്റു മതഗ്രന്ഥങ്ങൾക്കുള്ള അതേ പ്രാധാന്യതയല്ലേ ബൈബിളിനും ഉണ്ടാകത്തുള്ളൂ? ലോകത്തിൽ ഇന്ന് വരെ അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ട 2 പുസ്തകങ്ങളിൽ രണ്ടാമത്തെ പുസ്തകത്തെക്കാൾ 250 മടങ്ങൂടെ കൂടുതൽ അച്ചടിച്ച പുസ്തകമാണ് ഞാൻ ഇന്ന് രാത്രി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിൾ. എന്താ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത? 7 സവിശേഷതകളാണ് ഇതിന്റെ വിശേഷത. ഇതിന്റെ 7 വിശേഷത എനിക്ക് 7 രാത്രി പ്രസംഗിക്കാനുള്ള സന്ദേശമാണ്. 7 സെക്കൻഡ് കൊണ്ട് ഞാൻ പറയാം. ലോകത്തിലെ മറ്റൊരു പുസ്തകത്തിനുമില്ലാത്ത 7ഓളം വിശേഷതയുള്ള പുസ്തകമാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ ബൈബിൾ. ബൈബിളിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അതിൻ്റെ പുരാതനത്വം തന്നെയാണ്. പുസ്തകങ്ങൾക്ക് സുദീർഘമായ ഒരു കാലപ്പഴക്കമൊന്നുമില്ല. അശ്രദ്ധമായ കൈവിരലുകൾ പുസ്തകത്താളുകളെ കീറിക്കളയുന്നതാണ്. വെള്ളം പുസ്തകത്തെ അലിച്ചു കളയും, തീ പുസ്തകത്തെ കത്തിച്ചു കളയും, ചിതൽ പുസ്തകത്തെ അരിച്ചു കളയും. നൂറ്റാണ്ടുകളുടെ ബൈബിൾ ചരിത്രം പഠിക്കുമ്പോൾ ഈ പുസ്തകത്തെ ഇല്ലാതാക്കാൻ വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും സാമ്രാജ്യങ്ങളും ചക്രവർത്തിമാർ ഇതുപോലെ കടന്നുകയറ്റത്തെ അതിജീവനം നടത്തിയ മറ്റൊരു പുസ്തകം ഉലകത്തിലില്ലെന്ന് പറഞ്ഞാൽ അതിനകത്തൊട്ടും അതിശോക്തിയില്ല. 3-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധനായ റോമൻ ചക്രവർത്തിയായിരുന്നു ഡൈക്ലേഷ്യൻ ഒരാഗ്രഹം പ്രകടിപ്പിച്ചു പോലും ഭൂമിയിൽ നിന്ന് ബൈബിൾ വേരോടെ പിഴുതു മാറ്റണം. ഇന്നത്തെ പോലെ മുക്കിന് അച്ചടിശാലകളുള്ളൊരു കാലത്തല്ല ഡൈക്ലേഷ്യൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. കല്ലെഴുത്തിലും കോലെഴുത്തിലും ചുറ്റെഴുത്തിലും ചുവരെഴുത്തിലും പാപ്പറീസ് ചെടിയുടെ ചുരുളിലും മാത്രം ബൈബിളിൻ്റെ പ്രതികൾ ആലേഖനം ചെയ്ത ഒരു കാലത്ത് ഭൂമിയിൽ നിന്ന് ബൈബിൾ തുടച്ചു മാറ്റുവാൻ ഒരു ഉദ്യമം. ആ ഉദ്യമത്തിൽ ഏറെക്കുറെ അധികം വിജയിച്ചു എന്ന് പറഞ്ഞാൽ അതിശോക്തിയില്ല. ബൈബിൾ മാറോടടുക്കി പിടിച്ച എത്രയോ കുടുംബങ്ങൾ കുപ്പക്കുന്നുകളായി മാറി, എത്രയോ പ്രിയപ്പെട്ടവർ രക്തസാക്ഷികളായി മാറി. ഒടുവിൽ റോമൻ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ഉച്ചസ്ഥരം അദ്ദേഹം ഉറക്കെ പറഞ്ഞു, നാം നമ്മുടെ ഉദ്യമത്തിൽ വിജയിച്ചു, ഇനിയും ഭൂമിയിൽ ബൈബിളില്ല. ഇത് പറഞ്ഞതിന്റെ കൃത്യം 3-ാമത്തെ വർഷം തെരുവിൽ ചാകുന്ന പേപ്പട്ടിയെ പോലെ ചിത്തഭ്രമം പിടിച്ച് ഡൈക്ലേഷ്യൻ മരിച്ചു. അതേ നൂറ്റാണ്ടിൽ അതേ കൊട്ടാരത്തിനകത്തു നിന്ന് ഒരു ചക്രവർത്തി ക്രിസ്ത്യാനിത്വത്തിലേക്ക് ആകൃഷ്ടനായി. അദ്ദേഹത്തിന്റെ പേര് മലയാളത്തിൽ കുസ്തന്തീനോസ്, ഇംഗ്ലീഷിൽ കോൺസ്റ്റന്റൈൻ. അദ്ദേഹം ഒരാഗ്രഹം പറഞ്ഞു, ആരെങ്കിലും ബൈബിളിന്റെ ഒരു കൈയെഴുത്തു പ്രതി എൻ്റെ കൊട്ടാരത്തിനകത്ത് കൊണ്ട് നൽകിയാൽ, 24 മണിക്കൂറിനകത്ത് കൊണ്ട് നൽകിയാൽ ഞാൻ അവർക്ക് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം തരാം. 24 മണിക്കൂറിനകത്ത് 713 കൈയെഴുത്ത് പ്രതികൾ റോമൻ കൊട്ടാരത്തിനകത്ത് വന്നു. അത് ഒരാഴ്ചക്കകത്ത് 7000-ആയി. ഇന്ന് ലോകത്തിൽ ഇത് പടർന്ന് കടന്നു പിടിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പുസ്തകമാണെന്ന് പറയുമ്പോൾ ഇതിന്റെ സവിശേഷകരമായ വിശേഷത ഇതിന്റെ പുരാതനത്വം തന്നെയാണ്. ബൈബിൾ പുരാതനത്വത്തിന്റെ പുസ്തകമായിരിക്കുന്നത് പോലെ തന്നെ ബൈബിൾ ആധുനികതയുടെ പുസ്തകമാണ്. ആധുനിക വിഷയങ്ങളെ ആധികാരികമായി കൈകാര്യം ചെയ്യുന്ന ഇതുപോലൊരു പുസ്തകം ഉലകത്തിൽ വേറെ ഏതുണ്ട്? ഭൂമി ഉരുണ്ടതാണെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്ത പുസ്തകം വിശുദ്ധ ബൈബിളല്ലേ? ഭൂമിയെ ദൈവം നാസ്തിത്വത്തിന്റെ മേൽ അഥവാ അച്ചുതണ്ടിന്മേൽ നിർത്തിയിരിക്കുന്ന വിവരണം ലോകത്തിന് പറഞ്ഞു കൊടുത്ത പുസ്തകം ബൈബിളല്ലേ? സമുദ്ര
സമുദ്രത്തിൽ പ്രകൃതിദത്തമായ പാതകളുണ്ടെന്നും അതിലേക്കൂടെ കപ്പലുകളിൽ യാത്ര ചെയ്ത് ഭൂഖണ്ഡാതിർത്തികൾ ഭേദിക്കാൻ കഴിയുമെന്നുള്ള വിവരം ലോകത്തോട് പറഞ്ഞു കൊടുത്ത പുസ്തകം ബൈബിളല്ലേ? ആകാശത്തിന് അളക്കുവാൻ കഴിയാത്ത അതിരുകളുണ്ടെന്നും അതിനപ്പുറത്ത് മനുഷ്യന് യാത്ര ചെയ്ത് ഭൂഖണ്ഡങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയുമെന്നുള്ള വിവരം ലോകത്തോട് പറഞ്ഞു കൊടുത്ത പുസ്തകം ബൈബിളല്ലേ? ഇങ്ങനെ ആധുനിക നിഴലിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി സംവദിക്കുന്ന പുസ്തകമല്ലേ സുഹൃത്ത് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്ന വിശുദ്ധ ബൈബിൾ? ബൈബിളിൻ്റെ പുരാതനത്വം പോലെ, ബൈബിളിൻ്റെ ആധുനികത പോലെ, ബൈബിളിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത ഇതിൻ്റെ വ്യത്യസ്തതയാണ്. ഇതുപോലെ വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്ന മറ്റൊരു പുസ്തകം ബൈബിൾ ഒരു സാഹിത്യം ബൈബിളാണല്ലോ ആരംഭിച്ചത്. അതെ, പാട്ടിനൊക്കെ ഒരു ലക്ഷണമുണ്ട് അല്ലേ? മലയാള പാട്ടുകളുടെ ലക്ഷണമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദ്രവിഡ സംവാദാക്ഷര വൃത്ത നിയുക്തമാം വൃത്തവിശേഷണം പാട്ട് അല്ലേ? പാട്ട്, കവിത എന്ന് വേണ്ട, ചരിത്രം. ഹിസ്റ്ററി എന്ന വാക്ക് ഞാൻ എപ്പോഴും പറയും, ഹിസ്റ്റോറി എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. ഹിസ്റ്റോറി, ആരുടെ സ്റ്റോറി? അവൻ്റെ കഥ. ആരുടെ കഥ? നിത്യതല നിത്യനിർണയപ്രകാരം പിതാവിനാൽ അഭിഷക്തനായി കാലത്തിൻ്റെ തികവിൽ കന്യകയിൽ ജാതനായി കാനാവീന്ന് കാൽവറി വരെ തൻ്റെ പ്രവർത്തികൾ തികച്ചെടുത്ത് 8 അടി വീതിയും 12 അടി നീളവും 84 കിലോയുമുള്ള ക്രൂശും ചുമന്ന് 14 പ്രാവശ്യം വീടുമെഴുന്നേറ്റും കാൽവറിയിൽ കടന്നു എന്ന് കൽക്കരൻ കലിരും മണിക്ക് വിരിച്ചു കൊടുത്ത് കാളവണ്ടി ചക്രത്തിന്റെ വലിപ്പമുള്ള കല്ലറയുടെ വാതിൽ ഉരുട്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നവനും കൃപ പ്രാപിച്ച വിശുദ്ധന്മാർ പറ, എത്രയും താമസമിന തന്റെ ഭക്തന്മാരെ ചേർക്കാൻ മധ്യാകാശത്തിൽ മടങ്ങി വരുന്നവനുമായ അവന്റെ കഥ. അവനെ പോൽ ആരാധൻ ആരുമില്ല, അവന്റെ ഒപ്പം നിൽക്കാൻ ഒരൊറ്റയാളുമില്ല. ബൈബിളിന്റെ പുരാതനത്വം, ആധുനികത, വ്യത്യസ്തത. ബൈബിളിന്റെ നാലാമത്തെ പ്രത്യേകത ഇതിന്റെ ഐക്യത. വിവാസന്മാരെ, ആദ്യത്തെ പുസ്തകം എഴുത്തുകാരൻ എഴുതിയ 5 പുസ്തകങ്ങൾ അല്ലെ? ഉൽപ്പത്തി മുതലുള്ള 5 പുസ്തകം. അവസാനത്തെ എഴുത്തുകാരൻ എഴുതിയ ആ പുസ്തകം. ആദ്യത്തെ പുസ്തകവും അവസാനത്തെ പുസ്തകവും നമ്മൾ അന്തരം നമുക്കറിയാം 1500 വർഷം. പക്ഷെ ഇന്ന് വരെ സ്ക്രിപ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എഡിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. 1800കളിൽ വൈദ്യശാസ്ത്രം സംബന്ധിച്ച് എഴുതപ്പെട്ട ഒരു പുസ്തക സൽമോന്റെ എംബ്രിയോളജി എന്ന ബുക്ക്. ഇപ്പൊ ആ ബുക്കില്ല. നിയമം മൂലം അത് നിരോധിച്ചു. കാരണം അത് വെച്ച് ആരെങ്കിലും ചികിത്സ നടത്തിയാൽ അത് കോടതി അലക്ഷ്യവും നിയമത്തിന് എതിരാണ്. പക്ഷേ 1500 വർഷത്തെ അന്തരം ഉണ്ടായിട്ട് ഉൽപ്പത്തി പുസ്തകം പറയെ ഈ ഭൂമി എങ്ങനെ ഉണ്ടായത്, വെളിപ്പാട് പുസ്തകം പറയാ ഈ ഭൂമി മാറി വെച്ച് പുതിയൊരു ഭൂമി ഉണ്ടാവുകയാണ്. ഉൽപ്പത്തി പുസ്തകം പറയാ സൂര്യൻ്റെയും ചന്ദ്രൻ്റെ ആരംഭം എങ്ങനെയാണെന്ന്. വെളിപ്പാട് പുസ്തകം പറയാ സൂര്യൻ്റെയും ചന്ദ്രൻ്റെ ഈ സിസ്റ്റം മാറ്റി വെച്ച് പുതിയൊരു സംവിധാനം ദൈവം രൂപപ്പെടുത്താം. ഇത്ര ഐക്യത ഞാൻ ചിന്തിച്ചതിൻ്റെ കാരണം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു സ്ഥലത്തെ പരിവർത്തിച്ചാൽ ആദ്യത്തെ എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ കൊതിയായിരുന്നു ദൈവത്തെ ഒന്ന് കാണണം. ദൈവം പറഞ്ഞു അങ്ങനൊന്നും കാണാൻ പറ്റത്തില്ല. പുള്ളി പറഞ്ഞ് എങ്ങനെയും ഒന്ന് കണ്ടാൽ മതി. അന്നേരം പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, മുഖത്തൊരു മൂടുപടവിടും, ഞാൻ നടന്നു പോകുമ്പം എൻ്റെ പുറം നിനക്ക് കാണാം. അങ്ങനെ പുറം കണ്ടവൻ 5 പുസ്തകം എഴുതും. പുറം കണ്ടവൻ പുറകിലത്തെ 5 പുസ്തകം. സ്തോത്രം. വേർത്തൻ ഒറ്റപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു വാ മുന്നോട്ട് കയറി വാ, മേലാൽ സംഭവിപ്പാനുള്ളതെല്ലാം ഞാൻ നിന്നെ കാണിക്കും. അപ്പം മുൻവശം കണ്ടവൻ മുന്നോട്ട്, ഈ പുറകിൽ കാണുന്ന എന്തെങ്കിലുമൊക്കെ എഴുതണേ, എന്തെങ്കിലുമൊക്കെ കാണണം കേട്ടോ. ചുമ്മാ ഒരു ഗുണവും ഇല്ലാതിരുന്നിട്ട് ഒരു കാര്യവും. ഈ സൈലസൊക്കെ എഴുതിയ പോലെ ഒരു പാട്ടോ, അതൊക്കെ തേജസ് കണ്ടാലൊക്കെ പറ്റുന്ന. അതുകൊണ്ടാണ് ഞാൻ ഈ പെന്തിക്കോസ്കാരോട് പറയുന്നത് വല്ലതൊക്കെ കാണണം. ചുമ്മാതെ ഇങ്ങനെ ഇരുന്ന് പുഴുകിച്ച് നരകിച്ച് പോകുന്നതിലും നല്ലത്. ഈ വൈപ്പാപ്പച്ചായം പറഞ്ഞ ഒരു അനുഭവം എൻ്റെ ഓർമ്മ കിടപ്പുണ്ട്. ഈ വകയാർ ചർച്ചഫോർഡ് സഭയുടെ ഒരു ആരംഭം. അന്ന് ഒരു പാമ്പിടിച്ച അമ്മ ഒരു വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, കുടില. ആ വീടിന് തീ കത്തി. നാട്ടുകാരെല്ലാം കൂടെ വീട് തീ കെടുത്താൻ വന്നപ്പം അവിടെ നിന്ന് തീയില്ല. ഒരമ്മ അകത്ത് പ്രാർത്ഥിക്കുമ്പം പുറത്ത് ദൈവത്തിൻ്റെ തീ ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കുക. ഇങ്ങനത്തെ തേജസ് അനുഭവിച്ചവരാ പെന്തക്കോസ്തുകാർ. ഇതൊക്കെ നമ്മുടെ അനുഭവമാണ്. ഇതനുഭവിച്ചിട്ടുള്ളവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കും. അത് ഇന്ന് രാത്രിയിൽ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. യെസ്, ഇന്ന് രാത്രി
ഓ, ദൈവത്തിന്റെ തേജസ് കാണുന്ന ഒരു തലമുറ, അഭിഷേകത്തിന്റെ അധികാരമുള്ള ഒരു തലമുറ. നിങ്ങളിൽ എത്ര പേർക്ക് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആ മോന്, അവൻ മുന്നോട്ട് കയറി വന്നവനെ ആ ബഹുമാനിച്ച് ആദരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു വാക്ക് പറയണമെന്ന് തോന്നി. ഈ 400 വർഷം പ്രവാചകന്മാരില്ലാത്തൊരു കാലമായിരുന്നു. മലാക്കി മുതൽ 400 വർഷം അല്ലേ ചാ, 400 വർഷം. അതിൻ്റെ നടുവിലാ ഒരു മനുഷ്യൻ്റെ മേലൊരു ദൈവിക സ്പർശനം ഉണ്ടായി. ആ മനുഷ്യൻ ഇച്ചിരി നേരമൊക്കെ മിണ്ടാതായി. പക്ഷെ മിണ്ടിയപ്പോൾ ഒരു മിണ്ടലായിരുന്നു. അഭിഷേകമുള്ളവൻ എല്ലാത്തിനും കയറി ഒന്നും മിണ്ടത്തില്ല. അവൻ മിണ്ടുകയാണെങ്കിൽ അത് കാലഘട്ടത്തെ ചലിപ്പിക്കുന്നതാ. അങ്ങനെ സെക്കറിയാവ് പ്രവചിച്ചു വരുന്ന കൂട്ടത്തിൽ അവനൊരു പ്രവചനം പ്രവചിച്ചു. നാട്ടുകാരോടൊന്നും അല്ല, അവന്റെ സ്വന്തം മോനെ നോക്കി ഒരു പ്രവചനം. എന്താ പ്രവചിച്ചത്? നീയോ പൈതലേ, അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. ഞാൻ സെക്കറിയാവിനോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും പ്രവാചകന്മാരുണ്ടോ? ഇല്ല. ഹല്ലേലൂയ, ഡയറക്റ്റ് ഉണ്ടെങ്കിലും പ്രവാചകന്മാരില്ല. ഞാൻ ചോദിച്ചു, എത്ര വർഷമായിട്ടില്ല? കഴിഞ്ഞ 400 വർഷമായിട്ടില്ല. ഉണ്ടായിരുന്നെന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ കഴിഞ്ഞ 400 വർഷമായിട്ടില്ല. ഉണ്ടായിരുന്നതൊക്കെ ഞങ്ങളുടെ എല്ലാ കൺവെൻഷനിലും ഞങ്ങൾ ഉറക്കെ പറയാറുണ്ട്, പക്ഷെ കഴിഞ്ഞ 400 വർഷമായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇത്ര 400 വർഷമായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളുടെ അപ്പനും കണ്ടിട്ടില്ല, നിങ്ങളുടെ വല്യപ്പനും കണ്ടിട്ടില്ല. 400 വർഷം വരണ എത്ര തലമുറ വേണമെന്ന് നിങ്ങൾ പറ. ഇത്രയും തലമുറയായിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം നിങ്ങളങ്ങനെ ആത്മനിയോഗത്തിൽ പറഞ്ഞത്. അന്നേരം ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പാസ്റ്റർ, ഇത് ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല, ഞാൻ കണ്ട ദൈവപ്രവൃത്തിയൊക്കെ എന്നെ കൊണ്ടത് പറയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാ. ഈ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എന്തേലുമൊക്കെ ഒരു ദൈവപ്രവൃത്തി കണ്ടിട്ടുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഒരല്പസമയങ്ങൾ ആ കരം 2 ഉയർത്തി പിടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങാമോ? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ കണ്ട ദൈവപ്രവൃത്തി എന്താന്ന്? അന്നേരം ആ മനുഷ്യൻ പറയാ, ഈ ആലയം ഇത് ഹെരോദാവ് പണിത് യെരൂശലേമാ. ഇത് ഹെരോദാവ് കച്ചവട കണ്ണുകൊണ്ട് പണിത് യെരൂശലേം ദേവാലയ. ഇതിനൊരു പൂർവകാല ചരിത്രമുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ആലയം എന്ന് പറയുന്നത് ഇത് ദാവീദിന്റെ മകനായ ശലോമോൻ കെട്ടിയ ആലയമാ. അതാണ് ബാബേൽ രാജാവ് വന്ന് തകർത്ത് നശിപ്പിച്ചു പോയത്. ഈ ദാവീദിന്റെ മകനായ ശലോമോൻ കെട്ടിയ ആലയത്തിനകത്ത് തേജസ് ഇറങ്ങി വന്നപ്പം ഞങ്ങൾക്കാർക്ക് ശുശ്രൂഷിക്കാൻ പറ്റാത്തതുപോലെ മഹത്വം ഇറങ്ങിയ സ്ഥലവാത്. അതിനുശേഷം ബാബേൽ രാജാവ് ഇതിനെ കുപ്പക്കുന്നാക്കിയെങ്കിലും കോരശിന്റെ മനസ്സിനെ ഉണർത്തിയേച്ച് ദൈവം ഒരു സ്വരൂപാബലിനെ എഴുന്നേൽപ്പിച്ച് രണ്ടാമത് ഈ ആലയം പണിതപ്പോ ശലോമോന്റെ കാലത്ത് വെളിപ്പെട്ടതിനേക്കാൾ തേജസ് ഈ ആലയത്തിൽ വെളിപ്പെട്ടതാ. അതുകൊണ്ട് ഞാൻ പറയും, ഓ അതെ, ദാവീദിന്റെ മകനായ ശലോമോന്റെ കാലത്ത് പണിത ആലയം, സ്വരൂപാബലിന്റെ കാലത്ത് പണിത ആലയം, അതെല്ലാം തകർന്നു കഴിഞ്ഞപ്പോ കച്ചവട കണ്ടുകൊണ്ട് ഇതിനെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ ഹെരോദാവ് പണിതതാണേലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കാര്യം കണ്ടു. എല്ലാ ദിവസവും ഞാൻ കയറി ചെല്ലുന്നതാ, പക്ഷേ എല്ലാ ദിവസത്തെ പോലല്ല കഴിഞ്ഞ ദിവസം ഞാൻ കയറി ചെന്നത്. എന്റെ കൂട്ടത്തിൽപ്പെട്ട, എന്റെ കുലത്തിൽപ്പെട്ട, എന്റെ സഭയപ്പെട്ട, ഞാൻ ഉൾപ്പെടുന്ന ചർച്ച് ഓഫ് ഗോഡ് സഭയപ്പെട്ട ഒത്തിരി പ്രവാചകന്മാരും ഒത്തിരി പുരോഹിതന്മാരും ഈ ആലയത്തിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും ചെന്നിട്ട് കാണാത്തതൊന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ആലയത്തിൽ കയറി ചെന്നപ്പോ കണ്ടു. എന്താ കണ്ടത്? കൃപ പ്രാപിച്ച ദൈവമക്കൾ ഉറക്കെ പറ. ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് ദൈവത്തിന്റെ ദൂതൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്റെ കണ്ണുകൊണ്ട് എന്റെ ശുശ്രൂഷാകാലത്ത് ഞാൻ ഒരു ദൂതനെ കണ്ടവനാണെങ്കിൽ എന്റെ തലമുറയുടെ കാലത്ത് അവൻ ശക്തനായ പ്രവാചകനാണെന്ന് പ്രവചിക്കാൻ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സഭയാ ചർച്ചഫോർഡ് സഭ. ഞാൻ ചർച്ചഫോർഡുകാരനല്ലെങ്കിലും എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒത്തിരി നിർണായകമായ വഴിത്തിരിവുണ്ടാക്കിയ ഒരു സഭയാ ചർച്ചഫോർഡ്. ആദ്യത്തെ നോർത്ത് അമേരിക്കൻ ചർച്ചഫോർഡ് കോൺഫറൻസിന് ആണ് ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം പോയി പ്രസംഗിച്ചത്. ഈ വർഷവും പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് നിങ്ങളുടെ ആ ടെന്നസിയിലുള്ള ആ ഓഫീസ് ബിൽഡിംഗ് ഞാൻ പോയി കണ്ടത്. സത്യത്തിലൊരു അഭിമാനം തോന്നി. എൻ്റെ അപ്പനും അമ്മയൊക്കെ സ്നാനപ്പെട്ടത് ചർച്ചഫോർഡില്ല. അന്നത്തെ യൂത്ത് ഡയറക്ടർ
യോസാറ സ്നാനപ്പെടുത്തി. പക്ഷേ അപ്പച്ചനും അമ്മച്ചുമൊക്കെ പണ്ട് മുതൽ ന്യൂഡിയ ചർച്ച് ബോർഡിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് ആയി. എന്നാലും അവിടെ ചെന്നപ്പം അവിടുത്തെ ഒരു പ്രാർത്ഥനാ ഗോപുരം, ഒരു ഗ്ലോബ് ഞാൻ കണ്ടു. 24 മണിക്കൂറും പ്രാർത്ഥന നടക്കുന്ന ഒരു ഓഫീസ് റൂം. ഒന്ന് കാണേണ്ടതാ. എൻ്റെ മൊബൈലിൽ എവിടെയോ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ ഒരു ഭൂപടം, അതും വെച്ചിച്ചർ ചർച്ച ബോർഡിലുള്ള ഒരു അച്ഛനാണ് അതിൻ്റെ കാർപ്പറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സ്വതന്ത്ര നമ്മുടെ തലമുറയിൽ ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. തേജസ് കാണണം. പക്ഷെ ചുമ്മാതെ ഈ ഓളം ഉണ്ടാക്കി നടന്നാലൊന്നും പറ്റത്തില്ല. സൈലസിനോട് ചോദിച്ചറിയാം, ഞങ്ങളുടെ സഭയിൽ നടക്കുന്ന കൂട്ടായ്മ അല്ലേ, രാവിലെ 10 മണിക്കൊക്കെ തുടങ്ങിയ ഒരു 5 മണി വരെയൊക്കെ പോത്തില്ലേ? തേജസ് കാണണം. ബൈബിളിൻ്റെ പുരാതനത്വം, ബൈബിളിൻ്റെ ആധുനികത, ബൈബിളിൻ്റെ വ്യത്യസ്തത, ബൈബിളിൻ്റെ ഐക്യത. ബൈബിളിൻ്റെ 5ാമത്തെ പ്രത്യേകത ഇതിൻ്റെ സ്വാധീനത. എന്താ ബൈബിളിൻ്റെ സ്വാധീനത? ബൈബിൾ ഒരിക്കലും ഒരാളെയും ദൈവമാക്കുന്ന പുസ്തകമല്ല. 100 കൊല്ലം ഇതുകൊണ്ട് ചുമന്നുകൊണ്ട് നടന്നാലും, ഇത് ചുമന്നുകൊണ്ട് നടന്ന ആരും ആരാകത്തില്ല, ദൈവമാകത്തില്ല. അല്ലെങ്കിൽ മനുഷ്യർ ദൈവമാവുന്ന ഭയങ്കര അപകട. അടുത്ത സമയത്ത് ഡൽഹിക്കടുത്ത് ഒരാൾ ദൈവത്തെ അറസ്റ്റ് ചെയ്തത് ഞാൻ കണ്ടു. ഒറ്റ അറസ്റ്റ് 38 പേര് കൊല്ലപ്പെട്ടു. 5 സംസ്ഥാനങ്ങളിൽ 144 ഡിക്ലെയർ ചെയ്തു. അപ്പം ഞാൻ ഓർത്തു, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സകല ആൾ ദൈവങ്ങളും, അതിപ്പോൾ ഏത് മതത്തിൻ്റെ ഭാഗമാകട്ടെ, എല്ലാവരെയും കൂടെ അറസ്റ്റ് ചെയ്താൽ സുനാമിയിൽ ഉണ്ടാകുന്നത് കൂടുതൽ ആൾനാശം ഇന്ത്യയിൽ ഉണ്ടാകത്തില്ലേ? അപ്പം മനുഷ്യർ ദൈവമാകുന്നത് ഭയങ്കര അപകടമാണ്. അതിനെക്കാട്ടി വലിയ അപകടമായി മനുഷ്യർ മൃഗമാകുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗങ്ങൾ. കൊമ്പനാന പിടിയാനെ കുത്തിക്കൊല്ലുന്നു നമ്മളിന്ന് വരെ വായിച്ചിട്ടും കേട്ടിട്ട്. പൂവൻകോഴി പിടക്കോഴിയെ കൊത്തിക്കൊല്ലുന്ന നമ്മൾ ഇന്ന് വരെ കേട്ടിട്ട്. ജാതിയുടെ, മതത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ പേര് മനുഷ്യനെ കൊല്ലാൻ മടിക്കാത്ത ഒരു കലികാലം. മനുഷ്യര് മൃഗമാകും. ഞങ്ങൾ പറയുന്നത് മനുഷ്യര് ദൈവമാകുന്ന, മനുഷ്യര് മൃഗമാകുന്ന ലോകത്തിൽ ദൈവമായിരുന്ന ഒരാള് മനുഷ്യനായിട്ട് ഭൂമി വന്നു. സാർത്തർ എന്ന നിരീശ്വരവാദി ലോകത്തോട് ചോദിച്ച ഏറ്റവും വലിയ ചോദ്യമാണ്, ദൈവത്തിന് മനുഷ്യനാകാൻ പറ്റുമോ? ദൈവം മണ്ണിലിറങ്ങുമോ? ദൈവം തൻ്റെ സ്ഥാനം ഉപേക്ഷിക്കുമോ? പഞ്ചായത്ത് മെമ്പർ ഉപേക്ഷിക്കത്തില്ല, പിന്നെ ഇനി ദൈവം. എന്നിട്ട് അയാൾ പറയുക, ഒരു ദൈവം എന്നെ തേടി തൻ്റെ സ്ഥാനം ഉപേക്ഷിച്ച് മണ്ണി വന്നാൽ എനിക്ക് അത് മാത്രം മതി ആ ദൈവത്തെ സ്നേഹിക്കാൻ. അതുകൊണ്ട് അബൂബസ് മൂസ് എന്ന ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞത്, 1000 ഉണ്ണി 1000 ബേദലഹേമിൽ പിറന്നാലും നിന്റെ ഉള്ളിൽ അവൻ മനുഷ്യനായി പിറക്കുന്നില്ലെങ്കിൽ. ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുന്നത് ഇതാ, യേശു പഠിപ്പിക്കുന്നത് ഇതാ, എല്ലാവരും മനുഷ്യരാകണം. ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ഉദ്ദേശം അത് തന്നെ ഉള്ളൂ, നിങ്ങളെല്ലാവരും നല്ല മനുഷ്യരാകണം. ഇന്നത്തെ യോഗം കഴിഞ്ഞ് തറയിൽ കൂടെ നടക്കുന്ന നിങ്ങളെല്ലാവരും കൂടെ അന്തരീക്ഷത്തിൽ കൂടെ പോകണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്ന, അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുന്ന യഥാർത്ഥ മനുഷ്യരാകണം. മനുഷ്യത്വത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രസ്താവിക്കുന്ന രാഷ്ട്രീയക്കാർ കാണും. പക്ഷേ മനുഷ്യത്തെ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കുന്നത് പെന്തക്കോസ്തുകാരായ ഞങ്ങളാ. ഞങ്ങൾ കള്ളം പറയത്തില്ല, ഞങ്ങൾ കള്ളു കുടിക്കത്തില്ല, ഞങ്ങൾ അതിരുമാന്തത്തില്ല, ഞങ്ങൾ കോടതി കേസ് കൊടുക്കത്തില്ല. നിങ്ങളാരും പെന്തിക്കോസിലല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കര ഉയർത്താത്തത്. ഞങ്ങളൊക്കെ പെന്തിക്കോസുകാരാ. ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ആരാധിക്കാൻ കഴിയും കാലത്ത് കോടതി ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? അവരങ്ങോട്ട് ചെല്ലാത്തതുകൊണ്ട്. അത്രയ്ക്ക് ബഹുമാനമായി. സ്തോത്രം. പെന്തിക്കോസ് ചരിത്രത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ മനുഷ്യത്വമുള്ള ആൾക്കാർ. ബൈബിൾ വായിച്ച ശേഷം ഞാൻ ബോംബുണ്ടാക്കാൻ പഠിച്ചെന്ന് ആരിലും പറയൂ? അങ്ങനത്തെ ഒരു പുസ്തകം അല്ല ബൈബിള്. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, മനുഷ്യനെ മനുഷ്യനായി കാണണമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആയിരമുള്ള എൻ്റെ ശ്രോതാക്കൾക്കൊക്കെ ഒരു ചിന്തയുണ്ടാകും, ബസ് നിങ്ങൾ മൈക്ക് കെട്ടി രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ നിങ്ങളുടെ ഗുണം മാത്രമല്ല പറയുന്നുള്ളൂ, നിങ്ങൾക്കൊരു ദോഷവും ഉണ്ട്. ഞങ്ങൾക്കുള്ള ഒരു ചെറിയ ദോഷം എന്ന് പറഞ്ഞാൽ, പെന്തിക്കോസുകാരുടെ ഒരു ചെറിയ പ്രശ്നം, ഞങ്ങളുടെ യോഗങ്ങൾക്ക് എപ്പോഴും ഒരു ഇച്ചിരി ഒച്ച കൂടുതലായിരിക്കും. പക്ഷേ ഇപ്പം പലരുടെ ഒച്ച പോലൊന്നും ഞങ്ങൾക്ക് ഒച്ചയില്ല. അതെന്നാന്ന് ചോദിച്ചാൽ,
ഉണ്ടല്ലോ, എന്ത് ഡീസൻ്റായിട്ടായിരിക്കുന്ന മൗനം വിദ്വാന് ഭൂഷണം, അതിമൗനം ഭ്രാന്തിൻ്റെ ലക്ഷണം. മിണ്ടണ്ടടുത്ത് ഇത്രയും നാളായിട്ട് നടക്കാത്തൊരു യോഗം ഇത്രയും ഭംഗിയായിട്ട് ഈ MC റോഡിൻ്റെ സൈഡിൽ നടന്നിട്ട് അച്ചാൻ പറയുന്നതിൻ്റെ ഒരു 4 സ്വത്രം പറഞ്ഞിരുന്നേ എനിക്ക് സങ്കടം വരത്തില്ല. ഏതാണ്ട് കളഞ്ഞു പോയവരെ പോലൊക്കെ ഇരിക്കുന്നത്. എന്നോട് ഈയിടെ ഒരാൾ പറഞ്ഞു, ഭയങ്കര കെങ്കമ്മം പ്രസംഗം, പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഇടയ്ക്ക് ഇച്ചിരി ഒച്ച. അതൊന്ന് ക്രമീകരിച്ച ബാക്കിയല്ല. ഈ ആരോഗ്യപരമായ വിമർശനങ്ങളെ എപ്പോഴും അംഗീകരിക്കണം. അന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ഇനി ഇപ്പോൾ ഒച്ച വെച്ച് പ്രസംഗിക്കുന്നില്ല. ഒച്ച ഉറച്ചും പ്രസംഗിക്കാൻ പറ്റുമെന്ന് ആൾക്കാരെയൊക്കെ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ച് വീട്ടിൽ ചെന്നപ്പോഴാണ് മേളത്തെ നിലന്ന് 3ാമത്തവൻ താഴോട്ടിറങ്ങി വരിക. നടന്നല്ല വന്നത്, ഉരുണ്ടാ വന്നത്. അയ്യോ, വരവ് കൊണ്ടപ്പോഴത്തേന് എൻ്റെ ഭാര്യ ഒറ്റ അലറിച്ചു. അയ്യോ, എന്നാ സൗണ്ടാന്നറിയോ? ഞാനപ്പം ചോദിച്ചു, എന്തിനാ ഇത്ര അലർന്ന്? അന്നേരം അവൾ എന്നോട് തിരിച്ചു ചോദിക്കുക, നിങ്ങളെന്നെ ബോധമില്ലാത്ത മനുഷ്യന് അപകടം വരുന്നത് കണ്ടാൽ ആരാ അലറാത്തതെന്ന്. ഞങ്ങളും അലറി കൂയിക്കൊണ്ട് ഒറ്റ കാര്യമാണ് ലോകത്തോട് പറയുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ല. മനുഷ്യൻ രക്ഷപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശു ക്രിസ്തു മാത്രമാ. ഞങ്ങളിത് അലറിക്കൊണ്ട് പറയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ലോകം ഒരു വലിയ അപകടത്തില്ല. നിങ്ങളാരും ദൈവമില്ലാത്തവരായി കത്തുന്ന നരകത്തിൽ പോകരുതെന്നുള്ള ഏക ആഗ്രഹം കൊണ്ട് ഉറക്കെ പറയുകയാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ഞങ്ങളോട് ഇത്ര നിങ്ങളും ഞങ്ങളെല്ലാം ഒന്നാന്നേ, ഞങ്ങളുടെ എല്ലാം ചോര ഒന്നല്ലേ? അല്ലേ? സ്തോത്രം. നിങ്ങളാരും ദൈവമില്ലാത്തവരായി നരകത്തിൽ പോകരുത്. മനുഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പെന്തിക്കോസ്തുകാരായ ഞങ്ങൾ എല്ലാ ഇടങ്ങളിലും മിതത്വം പാലിക്കുന്ന ആളുകൾ. സ്തോത്രം. ബൈബിളിൻ്റെ ഒരു സ്വാധീനം, ഈ ബൈബിളിൻ്റെ സ്വാധീനത ഭയങ്കര കേട്ടോ മക്കളെ. ബൈബിൾ നമ്മളെ യഥാർത്ഥ മനുഷ്യരാക്കി മാറ്റിക്കളയും. ഞാൻ 44 വയസ്സുള്ള ഒരു ഉദ്ദേശിയാണ്. എൻ്റെ 11ാമത്തെ വയസ്സിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ പുസ്തകം കയ്യിലെടുത്ത 33 കൊല്ലമായി. ഇത് കയ്യിലെടുത്തോണ്ടുള്ള ഗുണം എന്നാണെന്നറിയച്ചാ, ഇന്ന് വരെ ഞാനൊരു സിനിമാ കോട്ടയുടെ അകത്ത് കയറിയിട്ട് ഒരു കള്ളുകുപ്പയെ ഞാൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല, ഒരു സിഗരറ്റ് ഞാൻ ഇതുവരെ പിടിച്ചിട്ടില്ല. ഒറ്റ മനുഷ്യൻ ഇവിടെ സ്വോത്രവും പറഞ്ഞില്ല, പറയത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങളെ കൊണ്ട് സ്വോത്രം ഞാൻ പറയിപ്പിക്കണമെങ്കിൽ ഞാൻ ആരെങ്കിലും കൊന്നേച്ച് സെൻട്രൽ ജയിലിൽ പോയി കിടന്നിട്ട് അവിടുന്ന് മാനസാന്തരപ്പെട്ട് വന്നാലേ നിങ്ങളതിന് സാക്ഷ്യമെന്ന് പറയത്തുള്ളൂ. സത്യത്തിൽ അതാണോ സാക്ഷ്യം, അതോ ഇതാണോ സാക്ഷ്യം? ഞങ്ങളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയോ? റാന്നിയിലെ നല്ലൊരു കുടിയേറ്റ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? കുടിക്ക് ഒരു കുറവുമില്ലാത്തവർ. അന്ന് എൻ്റെ വല്യപ്പച്ചിയുടെ ചേടത്തിയുടെ മക്കളുടെയാണ് റാന്നിയിലെ 3 ബാർ. അതിനകത്തു നിന്നാണ് ഈ കൃപയിലോട്ട് വന്നിട്ട് ഇന്ന് വരെ ഈ ബാറിൻ്റെ അകത്ത് ഞാൻ കയറിയിട്ടില്ലെന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പുസ്തകം ഞങ്ങളുടെ കുടുംബത്തെ സ്വാധീനിച്ചതാ. ബൈബിളിൻ്റെ പുരാതനത്വം, ബൈബിളിൻ്റെ ആധുനികത, ബൈബിളിൻ്റെ വ്യത്യസ്തത, ബൈബിളിൻ്റെ സ്വാധീനത, ബൈബിളിൻ്റെ ഐക്യത. ബൈബിൾ ഉയർത്തുന്ന ആശ്വാസമുണ്ട്, ബൈബിൾ നൽകുന്ന പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയെ ഉൾക്കൊള്ളുന്ന ഒരു വാക്യമാണ് ഇന്ന് രാത്രിയിൽ വേഗം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. മൈക്കിലൂടെ വായിക്കുന്നത് നന്നായിരിക്കും. ഒന്ന് ഞാൻ ചെയ്യുന്നു. യെസ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് വിരുദിനായി ഓടുന്നു. BC 357 മസ്ഡോണിലെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് രണ്ടാമനാൽ പണികഴിപ്പിക്കപ്പെട്ട റോമിലെ കാരാഗൃഹത്തിൽ AD 61 അടുപ്പിച്ച് സുവിശേഷം നിമിത്തം തടവിലായിരിക്കുന്ന ധന്യനായ പൗലോസ്ലീഹ ഓർപ്പിക്കുകയാണ്, ഐ പ്രസ് ടുവേർഡ്സ് ദ മാർക്ക്. ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് നടക്കുകയല്ല, ലക്ഷ്യത്തിലേക്ക് ഓടുകയാണ്. ഈ വാക്യത്തിന് മുഖവരകളുടെ ആവശ്യമില്ല.
എങ്കിലും പൗലോസിൻ്റെ ഫിലിപ്പിയ ലേഖനം പോൾസ് ജോയ് ലെറ്റർ എന്നാണ് പറയുന്നത്. പൗലോസിൻ്റെ സന്തോഷത്തിൻ്റെ ലേഖനം 4 അധ്യായത്തിൽ 16 പ്രാവശ്യം സന്തോഷത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. 4 തരം സന്തോഷങ്ങൾ അദ്ദേഹം പറയുന്ന വിഷയം. ഒന്ന്, ഇത് ജോയ് ഇൻ സഫറിങ്, കഷ്ടതയിലുള്ള സന്തോഷം. കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ട് ആടുവാൻ. 2, ഇത് ജോയ് ഇൻ സെർവിങ്, സേവനം ചെയ്യുന്നതിലുള്ള സന്തോഷം. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠന് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായി. ഇനി 3-ാമത്തെ സന്തോഷം, ഇത് ജോയ് ഇൻ ബിലീവിങ്, വിശ്വസിക്കുന്നതിലുള്ള സന്തോഷം. ദൈവമൊക്കെക്കറിയാം, നമ്മുടെ സ്വത്തെന്ന് പറയുന്ന അമേരിക്കയിലെ കാശോ ഗൾഫിലെ പണമോ വിദ്യാഭ്യാസമുള്ള മക്കളുടെ ആശ്രയമൊന്നുമല്ല. അവരുടെ ആരുടെയും മുഖത്ത് നോക്കിയല്ല നമ്മളിറങ്ങിയത്. വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിന് ഇന്നും സിംഹത്തിൻ്റെ വാടയ്ക്കാൻ പറ്റുമെന്നും, വിശ്വാസത്തിന് ഇന്നും തീയുടെ ബലം കെടുത്താൻ പറ്റുമെന്നും, വിശ്വാസത്തിന് ഇന്നും കാരാഗ്രഹത്തിനകത്ത് ചങ്ങലകളെ പൊട്ടിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇതിന്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ വിജയവാഡല്ല, തിങ്കളും ചൊവ്വയും പ്രസംഗിച്ചു. ഏലൂര് പാസ്റ്റർ സോളമൻ രാജു ഇങ്ങനെ വലിയ വർത്താനമൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ തെലുങ്ക് അറിയത്തുള്ളൂ. ദിഭാഷയെ വെച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, FCRIയുടെ കാര്യങ്ങളൊക്കെ അറിയത്തില്ല. എത്ര പേരാ സഭയിലെന്നറിയാം? 10,000 പേരാ. ഞാൻ ചുമ്മാ അതിശക്തി ഒന്നും പറഞ്ഞല്ല, നോക്കിയാൽ മതി, യൂട്യൂബിലൊക്കെ കയറി. അത്ര 40 സഭയാ. ഈ മുളക്കഴ മുഴുവനും കൂടെ ഒരു സഭയ്ക്കകത്ത് ഇരിക്കാനുള്ളതേ ഉള്ളൂ. അത്ര സംഭവം. ഞാൻ ചോദിച്ചു, ഇതൊക്കെ എവിടുന്ന് ഉണ്ടാക്കിയതാ? ഇവിടുന്ന്. FCRI ഒന്നും അവിടെ ഇല്ല. ആരാ പോയിട്ടുള്ളത്? ആരും പോയിട്ടില്ല. പക്ഷെ ആന്ധ്രയിൽ നിന്ന് തന്നെയുള്ള പൈസ. അപ്പൊ ആർക്കും അങ്ങനൊന്നും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. സൊറൈസിസ് വന്ന് പഴുത്ത് പുഴുത്ത് നാറി വീട്ടുകാർ ലാസ്റ്റിൽ കൊണ്ടുവന്ന് റോഡിൽ ഉപേക്ഷിച്ചത്. മരത്തോട്ടി കർത്താവ് അവിടെ വെച്ചാ തൊട്ട്. എന്നാ ശുശ്രൂഷയാണെന്നറിയാം. ഞാൻ ഒന്ന് കേരളത്തിൽ കൊണ്ടുവരും, ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുക, പുള്ളി ഒന്ന് കൊണ്ടുവരും. എത്ര പേരാവാസ്ത്ര ഇന്ത്യ നിൽക്കുന്നേ. സ്തോത്രം. ദൈവം ഉപയോഗിക്കുന്ന ഒരു തലമുറ ഇവിടെ നിപ്പുണ്ട്. അതുകൊണ്ടൊക്കെ ആരൊക്കെ എന്നാലും വെപ്രാളപ്പെട്ടാലും ഞങ്ങൾ ഇന്ന് രാത്രി ഉറക്ക പറയും, ഞങ്ങളുടെ വിശ്വാസത്തിന് സിംഹത്തിന്റെ വായ അടയ്ക്കാൻ കഷ്ടതയിലുള്ള സന്തോഷം, സേവനം ചെയ്യുന്നതിലുള്ള സന്തോഷം, വിശ്വസിക്കുന്നതിലുള്ള സന്തോഷം. 4-ാമത്തെ സന്തോഷമായത് ജോയ് ഇൻ ഗിവിങ്, കൊടുക്കുന്നതിലുള്ള സന്തോഷം. കൊടുക്കുകയാണെങ്കിൽ സന്തോഷത്തോട് കൊടുക്കണം. ലേലം വിളിച്ചൊന്നും കൊടുക്കരുത്. കൊടുക്കുകയാണെങ്കിൽ അരിമത്തെക്കാരെ യോസഫ് കൊടുത്ത പോലെ കൊടുക്കണം. 2 തരം കാര്യങ്ങൾക്ക് ദൈവസഭ കൊടുക്കണം. ഒന്ന്, റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, മനുഷ്യന്റെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. 2-ാമത്തേത് സുവിശേഷഘോഷണത്തിൽ പങ്കാളികളാകണം. അപ്പൊ 2 കാര്യത്തിനും കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കണം? സന്തോഷത്തോട് കൊടുക്കണം. ആരെ പോലെ കൊടുക്കണം? അരിമത്തക്കാരെ യോസഫിനെ പോലെ കൊടുക്കണം. യോസഫ് എന്താച്ചാ കൊടുത്തേ? കല്ലറ. ഞാനിപ്പോൾ ഇവിടെ വന്ന് പ്രസംഗിച്ചെന്നും പറഞ്ഞ് 1000 സഭയുടെ കല്ലറ ആകെപ്പാടെ നമുക്ക് പൂട്ട് കെട്ടുള്ള ഒരു സാധനം കല്ലറ മാത്രം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്നാ കൊടുത്താലും ഈ പെന്തിക്കോസ്തർക്ക് പോലും കൊടുക്കാനൊരു മടിയുള്ള സാധനമായി സെല്ല്. അതിൻ്റെ കാരണം എന്നാ? അതാ കുഴപ്പം. കൊടുത്താൽ ഇത് തിരിച്ചു കിട്ടത്തില്ല. കൊടുക്കുന്നവരാരും ഇതെന്ത് കൊടുക്കത്തില്ല, തിരിച്ചു കൊടുക്കത്തില്ല. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. കൊടുത്ത തിരിച്ചു തരുന്ന കർത്താവ്. വെള്ളിയാഴ്ച കൊടുത്തത് ഞായറാഴ്ച തിരിച്ചു കൊടുത്തത് അവന്റെ മഹത്വത്തോട് അനുബന്ധിച്ചാണെന്ന്. ജീസസ്. ഈ സന്തോഷങ്ങളെല്ലാം ദൈവരാജ്യത്തെ ചുറ്റിപ്പറ്റിയുള്ള സംഗതികളാണ്. ഈ ദൈവരാജ്യമെന്ന വിഷയം ബൈബിളിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രമേയമെന്ന് പറയുമ്പോൾ തന്നെ പുതിയ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഠിപ്പീര് അല്ലേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വലുതും ചെറുതുമായ 180 സംഭവങ്ങൾ സുവിശേഷ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതിനകത്ത് 43 ഉപമകൾ, 40 അത്ഭുതങ്ങൾ, ജനനം, മരണം, ഉയർപ്പ് ഉൾപ്പെടെ 40 അത്ഭുതങ്ങളും എല്ലാം കൂടെ രേഖപ്പെടുത്തുമ്പോൾ ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠിപ്പീരായിരുന്നു ഏത്? ദൈവരാജ്യം. ദൈവരാജ്യം അത് സംബന്ധിച്ച് 15 ഉപമകളാണ് യേശു പറഞ്ഞത്. 5 കൃഷിയുമായി ബന്ധത്തിൽ, 4 പണവുമായി ബന്ധത്തിൽ, 2 വിരുന്നുമായി ബന്ധത്തിൽ, 2 മീൻപിടുത്ത
നടത്തുമായി ബന്ധത്തിൽ, മറ്റു 2 ഭക്ഷണം പാകം ചെയ്യുന്നതായിട്ടുള്ള ബന്ധത്തിൽ, ഇങ്ങനെ 15 ഉപമകൾ ദൈവരാജ്യത്തിൻ്റെ 3 തലങ്ങളാ കർത്താവ് പരിചയപ്പെടുത്തിയത്. 1 അദൃശ്യമായ ദൈവരാജ്യം, 2 ദൃശ്യമായ ദൈവരാജ്യം, 3 നിത്യമായ ദൈവരാജ്യം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ട്, അദൃശ്യമായ ദൈവരാജ്യം, ദൃശ്യമായ ദൈവരാജ്യം, നിത്യമായ ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിൻ്റെ ദൃശ്യതയെ വെളിപ്പെടുത്തുവാൻ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന അധ്യായം മത്തായി 13. മത്തായി 13 തന്നെ ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്ന 7 ഉപമകൾ കിടക്കുക. 13-ന്റെ 3 മുതൽ 9 വരെ വിധക്കാരൻ്റെ ഉപമ, 13-ന്റെ 31, 32 വാക്യങ്ങളിൽ കടുകുമണിയുടെ ഉപമ, 13-ന്റെ 33-ാമത്തെ വാക്യത്തിൽ പുളിച്ച മാവിൻ്റെ ഉപമ, 13-ന്റെ 44-ാമത്തെ വാക്യത്തിൽ മറഞ്ഞിരിക്കുന്ന നിധിയുടെ ഉപമ, 13-ന്റെ 45, 46 വാക്യത്തിൽ വിലയേറിയ മുത്തിൻ്റെ ഉപമ, 13-ാം അധ്യായത്തിൻ്റെ 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ എല്ലാ മീനും പിടിക്കുന്ന ആ വലിയ വലയുടെ ഉപമ. ഇതിലൂടെയെല്ലാം ദൈവരാജ്യത്തെയാണ് കർത്താവ് പരിചയപ്പെടുത്തിയത്. അങ്ങനെ ദൈവരാജ്യത്തെ പരിചയപ്പെടുത്തുമ്പോൾ ദൃശ്യമായിരുന്ന ഒരു തലം അത് കാണത്തക്കവണ്ണം വന്നതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, യോഹന്നാന്റെ ശേഷമുള്ള കാലം പരിചയപ്പെടുത്തുന്നത്. അതിനുശേഷം പറയുകയാണ്, ഇത് നിത്യമായ ഒരു രാജ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് ദൃശ്യമായി, അദൃശ്യമായിരുന്നു, ദൃശ്യമായി, പക്ഷെ ഇതെന്താണ്, നിത്യമായ രാജ്യമാണ്. നിത്യമായ ഈ രാജ്യത്തിൽ ഒരാൾ പ്രവേശിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ആ വാക്യത്തിനകത്ത് 3 രഹസ്യം കിടപ്പുണ്ട്. ദൈവരാജ്യത്തെ പറയുന്ന, പ്രതിദാനം ചെയ്യുന്ന, ദൈവരാജ്യത്തിന്റെ മർമ്മം വെളിപ്പെടുത്തുന്ന 3 രഹസ്യം. എന്തൊക്കെയാണെന്നറിയാ? 1, ഞാൻ ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? പിൻപിലുള്ള forget my past. ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ. ഞാൻ 2 കാര്യം അവിടെ നിന്ന് പറഞ്ഞ് മുന്നോട്ട് കയറാം. 1, ലക്ഷ്യത്തിലേക്ക് നടക്കരുത്, ലക്ഷ്യത്തിലേക്ക് എപ്പോഴും ഓടണം. സ്തോത്രം. അത്രയ്ക്ക് പ്രാധാന്യമുള്ളതായത്. ലക്ഷ്യത്തിലേക്ക് നടക്കരുത്, ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യണം? ഓടണം. 2ാമത്തെ കാര്യം, പിൻപിലുള്ളത് എന്ത് ചെയ്യണം? മറക്കണം. മുൻപിലുള്ളതിന് വേണ്ടി ആയണം. അപ്പം ദൈവരാജ്യത്തിൽ ഒരു എഫോർട്ട് വേണം, ഒരു ശ്രമം വേണം. ഞാൻ 3 വാക്കായി ഇന്ന് രാത്രി പ്രസംഗിക്കും. 1 എഫോർട്ട്, 2 പെർസിസ്റ്റൻസ്, 3 ഫോക്കസ്. 1 ശ്രമം, 2 സ്ഥിരത, 3 ലക്ഷ്യം. ദൈവരാജ്യത്തിലെ ഒരാൾ പ്രവേശിച്ചാൽ മനഃപൂർവ്വമായി വരും മറക്കേണ്ടത്, പിൻപിലുള്ളത് മറക്കണം. അത് പിൻപിലുള്ള വിജയമാണേലും കൊള്ളാം, പിൻപിലുള്ള പരാജയമാണേലും കൊള്ളാം, 2ഉം മറക്കണം. ഒരു കാരണവശാലും ഡോണ്ട് ലുക്ക് ബാക്ക്, ഒരിക്കലും പുറമോട്ട് നോക്കരുത്. 2 കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ ലുക്ക് ബാക്ക് ടു യുവർ ഫെയിലിയേഴ്സ്, നിങ്ങളുടെ പരാജയങ്ങളെ നിങ്ങൾ നോക്കരുത്. അപ്പൊ തന്നെ പുറകിലുള്ള വിജയങ്ങളിലും അമിതമായിട്ടൊന്നും ആഹ്ലാദിക്കാനില്ല. ഈ പരാജയങ്ങളെ നോക്കിയുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, പരാജയങ്ങളെ നോക്കിയാൽ അതെപ്പോഴും നമ്മളെ അങ്ങ് നിരാശരാക്കും. ഈ വിജയങ്ങളെ മാത്രം പുറകിൽ നിന്ന് നോക്കിയാൽ നമ്മൾ ആത്മീകമായിട്ടങ്ങ് അലസരായി മാറും. അതുകൊണ്ട് തന്നെയാ കൃത്യമായിട്ട് പറയുന്നത്, ദൈവരാജ്യത്തെ കുറിച്ച് ഒരു വെളിപ്പാട് പ്രാപിക്കണം. വെളിപ്പാടില്ലാത്തടത്ത് എന്താ കുഴപ്പം? ഈ സദൃശവാക്യം 29:18 പറയുന്നുണ്ട്, വെളിപ്പാടില്ലാത്തടത്തൊക്കെ മനുഷ്യരൊക്കെ ആരായിട്ട് നടക്കും? മര്യാദ കെട്ട് നടക്കും. ദൈവരാജ്യത്തെ കുറിച്ച് ആദ്യം ഉണ്ടാകേണ്ട വെളിപ്പാട് ലൂക്കോസ് 16:16. ബലാത്കാരികൾ ബലാത്കാരേണ ദൈവരാജ്യത്തെ എന്ത് ചെയ്യുന്നു? അവകാശാക്കുന്നു. ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ്. ദൈവരാജ്യത്തെ കുറിച്ച് ആദ്യം അറിയേണ്ട ഒരു വെളിപ്പാട് ഇതാണ്. തീർച്ചയായിട്ടും ദൈവരാജ്യത്തിൽ ഒരാൾ എത്തപ്പെടണമെങ്കിൽ അവർ ഒരു ശ്രമം നടത്തണം. ബലാത്കാരത്തിന്റെ ഏറ്റവും ദൃശ്യമായ ഉദാഹരണമാണ് യാക്കോബ്. ഒരു രാത്രി മുഴുവൻ ദൂതനോട് മല്ല് പിടിച്ചു. ദൂതൻ വിടാൻ തുടങ്ങും. ഒറ്റ ചോദ്യം ചോദിച്ചു, നിന്റെ പേരെന്ത്? ഞാൻ ചോദിച്ചു, അതെന്നാ ചോദ്യം ചോദിച്ചു? എന്നെ വർത്താനം പറഞ്ഞു. പേരറിയത്തില്ലേ?
സകലത്തെ അറിയാവുന്ന മഹാദൈവത്തിന് ഇവൻ്റെ പേര്. അപ്പം എന്നോട് പറഞ്ഞു, അങ്ങനല്ല ഞാൻ ചോദിച്ചേ. കുറേ നാൾ മുമ്പ് ഇവൻ്റെ അപ്പൻ ഇവനോട് പേര് ചോദിച്ചാൽ അപ്പം അവൻ പറഞ്ഞത് എൻ്റെ പേര് തെറ്റിച്ചാ പറഞ്ഞു, മൂത്ത മകൻ ഏശാവാണ്. ഞാനിപ്പോൾ എന്തിനാ പേര് ചോദിച്ചെന്നറിയോ? പഴയ സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നറിയാനാ ഞാൻ പേര് ചോദിച്ചേ. അന്നേരം ദൈവരാജ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മുടേതായ ഒരു എഫോർട്ട് ഉണ്ടെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ എന്നാ എന്തോ സംഭവം പുള്ളി പറഞ്ഞ യോഹന്നാൻ്റെ 3 ഈ കർത്താവിൻ്റെ അടുക്ക വന്നേച്ചാ പറഞ്ഞ വർത്താനമൊക്കെ കേട്ടപ്പം എനിക്കത് കൃപാനക്രമത്തിനകത്ത് എഴുതി ചേർക്കാൻ തോന്നി. അത്ര സംഗതിയല്ലേ കർത്താവിനോട് പുള്ളി പറഞ്ഞത്. നിക്കോദീമോസേ 3-ാം അധ്യായത്തിലെ വന്നുവെച്ച് പറഞ്ഞ വാർത്താനം കേട്ടോ. പരീക്ഷന്മാരുടെ 3:1 മുതലുള്ള വാക്യങ്ങൾ. രാത്രി എടുക്ക വന്നുവെച്ച് പറയുക, റബീ, അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം അങ്ങയോട് കൂടെ ഇല്ലെങ്കിൽ അങ്ങ് ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. ഇത്രയെല്ലാം പറഞ്ഞപ്പോഴും നമ്മുടെ പിള്ളേരുടെ ഭാഷയെ കർത്താവിൽ എളുതായിട്ട് പറയാം, കൂടുതൽ തള്ളൊന്നും വേണ്ട, ദൈവരാജ്യത്തെ അവകാശമാക്കണമെങ്കിൽ പുതുതായിട്ട് ജനിക്കണം. അല്ലേ? അതല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് തന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ശരിക്കും പറഞ്ഞ ദൈവരാജ്യത്തിൽ ഒരു ശ്രമം നമ്മുടേത് ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ സക്കായിയോട് കർത്താവ് പറഞ്ഞു ഇറങ്ങി വരാൻ പറഞ്ഞു. ഈ ഇറങ്ങി വരേണ്ടതൊന്നല്ല, ഇറങ്ങി വരണം കേട്ടോ. എവിടെയെങ്കിലും കയറി ഉടക്കി നിന്നേച്ച് ദൈവരാജ്യത്തിൻ്റെ നന്മ അനുഭവി. ഇറങ്ങി വന്ന 4 തുറവിയാ ദൈവം തുറക്കുന്നത്. 1, സക്കായുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. 2, സക്കായുടെ വീടിനെ ദൈവം തുറന്നു. 3, സക്കായുടെ ഭാവിയെ ദൈവം തുറന്നു. 4, സക്കായുടെ മുമ്പിൽ ഒരു നിത്യതയെ ദൈവം തുറന്നു. ഏതെങ്കിലുമൊക്കെ ശാപത്തിൻ്റെ പാരമ്പര്യത്തെ കയറി പിടിച്ചേച്ച് ദൈവരാജ്യത്തെ വിമർശിച്ചത് കൊണ്ട് കാര്യമില്ല പ്രിയപ്പെട്ടവർ. അവിടുന്നൊക്കെ ഇറങ്ങി വരണം. കർത്താവ് ഒരുത്തനോട് പറഞ്ഞ ഒരു കാര്യം അത്ര. ഈ മനുഷ്യരൊക്കെ പറയുന്ന സദൃശവാക്യങ്ങൾ 1-ാം അധ്യായത്തിൽ സഭാപ്രസംഗം 1:9 പറയുന്നൊരു വാക്കുണ്ട്, ഉണ്ടായിരുന്നതെല്ലാം ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞതെല്ലാം ചെയ്യുവാനുള്ളതുമാകുന്നു, സൂര്യൻ്റെ കീഴിൽ പുതുതായിട്ട് യാതൊന്നുമില്ല. ദർ ഇസ് നത്തിങ് ന്യൂ അണ്ടർ ദ സൺ. ദ അൾട്ടിമേറ്റ് ഫോം ഓഫ് ലൈറ്റ്, ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് സൂര്യവട്ടമാണ്. സൂര്യവട്ടത്തെ ജീവിതത്തെ നോക്കി ഒരു മനുഷ്യൻ പറയുക, ഉണ്ടായിരുന്നതെല്ലാം ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞതെല്ലാം ചെയ്യാനുള്ളതുമാകുന്നു, പുതുതൊന്നുമില്ലെന്ന്. റിപ്പീറ്റഡ് സൈക്കിൾസ്. 28 കാലത്തെ പഠിച്ച മനുഷ്യനാ പ്രസംഗം. എന്നിട്ട് അയാൾ പറയുക ജീവിതത്തിൽ പുതുതൊന്നുമില്ല, ഉണ്ടായിരുന്നതെല്ലാം ഉണ്ടാകുന്നു, ചെയ്തു കഴിഞ്ഞതല്ല. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചു 11-ലോട്ടല്ല കയറിയത്, പിന്നെ 1-ലോട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുക സൈക്കിൾസ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ആ 38 കൊല്ലമായിട്ട് അവിടെ ഇരിക്കുന്ന ഒരുത്തനോട് പറഞ്ഞു, എടാ എഴുന്നേക്ക്. അവൻ്റെ പ്രശ്നം എന്നാ? അവൻ്റെ പ്രശ്നം, അവനെ അകപ്പാടെ പ്രശ്നമുള്ളത് എന്താ? ഒരു കാര്യവും പൂർത്തീകരണത്തിലോട്ട് വരുന്നില്ല. എല്ലാ ദിവസവും ദൂതൻ ഇറങ്ങുന്നുണ്ട്, എല്ലാ ദിവസവും കുളം കലങ്ങുന്നുണ്ട്, എല്ലാ ദിവസവും ആരുടെയിലൊക്കെ എടുക്ക സഹായം ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇഷ്യൂസ് പൂർത്തീകരിക്കപ്പെടുന്നില്ല. അപ്പോഴാ കർത്താവ് പറഞ്ഞത്, ദൈവത്തിന് സ്തോത്രം, ഇന്ന് ദൂതനൊന്നും ഇറങ്ങത്തില്ല, ഇന്ന് കുളവും കലങ്ങത്തില്ല, നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ നീ എഴുന്നേറ്റോ. സ്തോത്രം. ഇന്ന് രാത്രി എനിക്കും അത് തന്നെയാ 1000 നോക്കി പ്രസംഗിക്കാനുള്ളത്. ഒരു ദൂതനും ഇറങ്ങിയില്ലേലും ഒരു കുളവും കലങ്ങിയില്ലേലും ഇന്ന് രാത്രി നിന്റെ സ്ഥിതി മാറ്റാൻ എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. എഴുന്നേക്ക്, ഇരിക്കുന്നിടത്തു നിന്നൊക്കെ എഴുന്നേക്ക്. ഈ ഉൽപ്പത്തി 35:1 ദൈവം യാക്കോബിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യാക്കോബിനോട് ദൈവം പറയുന്ന ഒരു കാര്യം, പുറപ്പെട്ട് ബദലിലേക്ക് പോകുമെന്ന് മലയാളത്തിൽ പറയുന്നത്, പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നത് അങ്ങനല്ല. എറൈസ് ആൻഡ് ഗോ അപ്പ് ടു ബദൽ. എഴുന്നേറ്റ് പുറപ്പെട്ട് ബദലിലേക്ക് പോകും. ഇരുന്ന് പോയച്ചാ എന്നാ ഇരിക്കാൻ കാരണം? ഇരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ഉൽപ്പത്തി, ഞാൻ ഈ മനോരമ പത്രം വായിക്കാൻ തുടങ്ങിയിട്ട് ഒരു 34 വർഷമായി തെളിമയോടെ. ഈ 34 വർഷത്തിനകത്ത് ഇപ്പോഴും ഓർമ്മയിൽ മാറ്റമില്ലാത്ത ഒരു കാര്യം മനോരമ പത്രത്തിൽ കിടപ്പുണ്ട്. സൺഡേ സപ്ലിമെന്റിനകത്ത്
ഈ ഡിവോഴ്സ് കഴിഞ്ഞ സെക്കൻഡ് മാരേജിന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്നവർ ഇടുന്ന ഒരു പരസ്യമുണ്ട്. ആ പരസ്യം ഇങ്ങനെ, തൻ്റേതല്ലാത്ത കാരണത്താൽ. ഞാൻ വായിക്കാൻ തുടങ്ങിയ കാലം മുതൽ ആ പരസ്യത്തിന് ഒരു മാറ്റവും ഇല്ല. ഇത് തന്നെ യാക്കോബിൻ്റെ അവസ്ഥ. യാക്കോബിൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 28:10 പഠിക്കണം. ഉൽപ്പത്തി 28:10 ജനിച്ച വളർന്ന വീട് അവന് നഷ്ടമാവുക. പക്ഷേ അപ്പോഴും അവൻ്റെ അമ്മ, ഞാൻ ഈ അമ്മമാരോടെല്ലാം പറയാറുണ്ട്, മക്കളെയൊക്കെ ഒരുപോലെ കാണണം. ചില അമ്മമാരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ എല്ലാത്തിനും ഒന്നും ഒരുപോലെ കാണത്തില്ല. ചെറുക്കനാണെങ്കിൽ അവന് മാത്രം നെയ്മീൻ്റെ ഇടക്കഷ്ണം കൊടുക്കും, ആ പെങ്കൊച്ചിന് വാല് മാത്രമേ കൊടുക്കത്തുള്ളൂ, മുള്ളും. അങ്ങനെ കൊടുക്കരുത്, ഒരുപോലെ കാണണം. എന്താന്നേലും ഈ ഏകപക്ഷീയമായ കാഴ്ചപ്പാട് നിമിത്തം എന്താ സംഭവിച്ചത്? യാക്കോബിന് ജനിച്ചു വളർന്ന് വീട് നഷ്ടപ്പെടുക. ജനിച്ചു വളർന്ന വീട് നഷ്ടപ്പെടുമ്പോഴും അമ്മ ഭയങ്കര മിടുക്കിയ. അമ്മ പറയുന്ന കേട്ടോ, നീ ഒട്ടും പേടിക്കണ്ട, നീ പൊക്കോ. എങ്ങോട്ട് പൊക്കോ? നിന്റെ അമ്മാച്ചൻ്റെ വീട്ടിലോട്ട് പൊക്കോ. അമ്മാച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആങ്ങള. ഈ ചിലരെ ഒരു കുഴപ്പം ഇതാ, സ്വന്തം വീടിനെ കെട്ടി അവർക്ക് വലുത് ആങ്ങളയുടെ വീടാണ് കേട്ടോ. സ്വത്രമൊന്നും വരത്തില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എന്താന്നേലും ഈ കൊച്ചനും അങ്ങ് ആകെപ്പാടെ പോവാച്ചാ. എന്നാ കാര്യം? അമ്മ വീടെന്ന് കേട്ടപ്പോൾ അവൻ ആകെപ്പാടെ ഒരു സന്തോഷം. അമ്മ വീട്ടിൽ പോകാത്തവർ, നിങ്ങളാരും അമ്മ വീട്ടിലൊന്നും പോയിട്ടില്ലേ? അമ്മ വീട്ടിൽ പോയിട്ടുള്ളവരൊന്നും കൈ ഉയർത്തിക്ക്. അത് തന്നെ 20 വയസ്സ് കുറേ അമ്മ വീട്ടിൽ കേട്ട. അമ്മ വീട്ടിൽ ചെന്നു, അമ്മാച്ചൻ്റെ സ്നേഹവും സന്തോഷവും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ദിവസം. ഉൽപ്പത്തി 31:55 കേട്ടോ. ഉൽപ്പത്തി 31:55. അമ്മാച്ചൻ എന്നാ എടുത്തെന്നറിയോ? ഉള്ളതിനെല്ലാം ചുമ്മനം കൊടുത്ത് അന്ന് രാത്രി പുള്ളി ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാത്തിനെയും ചുംബിച്ച് പറഞ്ഞു വിട്ടപ്പം യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി, ഇപ്പോൾ എനിക്ക് അമ്മാച്ചൻ്റെ വീടും പോയി, അപ്പം അപ്പൻ്റെ വീടും പോയി, അമ്മാച്ചൻ്റെ വീടും പോയി. എന്നാൽ പുള്ളി ഓർത്ത് ഇനിയിപ്പം ആരുടെ ഔദാര്യം വേണ്ട, സ്വന്തമായിട്ട് ഒരെണ്ണം മേടിച്ചേക്കാം. അങ്ങനെ സ്വന്തമായിട്ട് ഒരെണ്ണം മേടിക്കുക. അതാ ഉൽപ്പത്തി 33:18 കാണുന്നത്. യാക്കോബ് പദനാരാമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സന്തോഷത്തോടെ എത്തി. എന്നിട്ട് താൻ കൂടാരമടിച്ച നിലം ശേഖേമിന്റെ അപ്പനായ ഹമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് മേടിച്ചു. 1-2 രൂപയ്ക്കല്ല, MC റോഡിന്റെ സൈഡിൽ 1-ാം തരം വില കൊടുത്ത് ഒരു സ്ഥലം മേടിച്ച് നല്ലൊരു വീടും ഒക്കെ വെച്ച് അതിൻ്റെ കൂടെ ഒരു യാഗവീടവും പണിത് കൊട്ടാരക്കരയിലെ നമ്മുടെ ഷിജു പാസ്റ്റർ, പിന്നെ ഇവിടുത്തെ പാസ്റ്ററെ എല്ലാം വിളിച്ച് ഡെഡിക്കേഷനും കഴിഞ്ഞ് കൊച്ചിനെ കോളേജ് കൊട്ടാരക്കരയിൽ ചേർത്ത് പഠിപ്പിക്കാൻ. അവൾ ആ കൂട്ടത്തിൽ ഒരു ടൂറിന് പോയി. ഈ ഞാൻ നമ്മുടെ സൗപാസക്കറിയാം, എൻ്റെ പിള്ളേർ വളരെ ശാന്തരാണ്. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ പിള്ളേരെല്ലാം നല്ല പിള്ളേരാണ്. ഏറ്റവും ഇളവനാ, ഏറ്റവും പാവം അവനാ. കഴിഞ്ഞ ആഴ്ച പെരകത്തിച്ചെന്ന് പറഞ്ഞ പോലെ എൻ്റെ പിള്ളേരുടെ സ്വഭാവേ. അന്നേരം അവന്മാരെയും കൊണ്ട് അതുകൊണ്ട് മാക്സിമം ഈ യോഗത്തിനെല്ലാം ഞങ്ങൾ കൊണ്ടുപോകും. യോഗം അന്ന് കേട്ടാന്മാർ വരാൻ ഭയങ്കര മടിയാണ്. ഈയിടെ ഒരു അബദ്ധം പറ്റി. വാഗമണ്ണെന്നും പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് പോയി. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പകല് ഫെയ്ത്ത് സിറ്റിയുടെ ഒരു റിട്രീറ്റ് നടക്കുന്നത് ഇവരറിഞ്ഞില്ല. അന്നേരം വാഗമണ്ണാന്ന് കേട്ടപ്പോഴത്തേനും ചാടി ഇറങ്ങി വന്ന് ബാബുച്ചാൻ്റെ കൈ കൊണ്ട് ഞാൻ കൊടുത്തു. ദൈവത്തിന് സ്വത്രം. അപ്പം ഈ ഞങ്ങളുടെ കൂടെ വന്നാൽ ഇവർക്കിത് ടൂറല്ല ചാ. എത്ര വരുന്നു ഞങ്ങളുടെ കൂടെ, പക്ഷെ ടൂറല്ല. ടൂർ ആകണമെങ്കിൽ എവിടെ നിന്ന് പോകണം? സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും. മക്കളെ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും ഞാൻ ഒരു കാര്യം സത്യമായിട്ടും പറഞ്ഞേക്കാം. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പോകുന്നൊന്നുമല്ല ടൂറ്. നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ പോകുന്നതാ ടൂറ്. അല്ലാത്ത ടൂറിനകത്തൊക്കെ അബദ്ധം പതുകിയിരിപ്പുണ്ട്. അതുകൊണ്ട് അപ്പൻ്റെ അമ്മയുടെ വാക്ക് എന്ത് ചെയ്തോണം? സന്തോഷമാണോ? അയ്യോ സത്യമായിട്ടും പൊന്നുമക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. ഞങ്ങളുടെ തിരുവല്ലയിൽ ഈ ഒരു 6 മാസത്തിനകത്ത് 3 കുഞ്ഞുങ്ങളാണ് വെള്ളത്തിൽ മുങ്ങി മരിച്ച്. അതിനകത്ത് 2 പെന്തിക്കോസുകാരാ. അടക്കിയതൊന്നും ഞാനാ. എൻ്റെ ദൈവമേ, എന്നെ സങ്കടമായിരുന്നെന്നറിയാമോ? പൊന്നുമക്കളെ, ചുമ്മാതെ ചാടി ഇറങ്ങി പോവല്ലേ. അവധിക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, സ്നേഹത്തോടെ പാസ്റ്റങ്ങൾ ഓർപ്പിക്കുക. പറ്റുവാണേ പറ്റും. ആ പുതിയ നിയമം മുഴുവൻ ഒന്ന് വായിച്ച് തീർത്തേക്കണം. സമയമുണ്ടെങ്കിൽ പഴയ നിയമം കൂടെ ഒന്ന് തുടങ്ങിയേക്കണം. സ്വതന്ത്രം. അപ്പനോടും അമ്മയോടും വളരെ സ്നേഹത്തോടെ പറയാം, രാവിലെ ഏത് പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം കുറച്ചു നേരം ബൈബിൾ വായിച്ചൊന്ന് നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം. ഉണ്ടോ? ഒരു സ്വത്രം പോലും വരുന്നില്ലല്ലോ എന്ന്. അച്ഛാ ഇരുന്ന് പോയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇരുന്ന് പോയി. കാര്യം വല്ല നാട്ടിലും ചെന്നേച്ച് അവിടുത്തുകാർ പിള്ളേർ കൊല്ലപ്പെട്ടു. അതും നമ്മുടെ പിള്ളേർ നിമിത്തം വരത്തം വന്നേച്ച് നാട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കിയാൽ നാട്ടുകാർ വെച്ചേക്കുമോ?
അപ്പൻ്റെ വീടും പോവാ, അമ്മയുടെ വീടും പോവാ, സ്വന്തം വീടും പോവാ. എല്ലാം പോയപ്പം എന്തോ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരുന്ന് പോയ മനുഷ്യനെ കർത്താവ് വിളിച്ചു, എടാ നീ എഴുന്നേക്കടാ, എഴുന്നേക്ക്. ഇന്നേക്ക് 20 വർഷം മുമ്പ് നീ പുറപ്പെട്ടു വരുമ്പം, നിന്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പം ഞാൻ തുറന്നിട്ട അതേ വീട് ഇപ്പോഴും ബദലിൽ കിടപ്പുണ്ട്. നീ അങ്ങോട്ട് തിരിച്ചു വാ, നിന്റെ ജീവിതം മാറാൻ. ആയൂർ എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ പറയുക, ഊരാക്കുടുക്കിനകത്തുനിന്ന് നീ രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വാ. മറ്റൊരുത്തനിലും രക്ഷയില്ലോ. രക്ഷപ്പെടാൻ ഏക വഴി യേശു മാത്രം. എന്നാ പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞാലും വീട് രക്ഷപ്പെടത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പാരമ്പര്യത്തിനോ മനുഷ്യൻ്റെ അനുഗ്രഹത്തിനോ പദവിക്കോ പദവിയുടെ കാര്യത്തിൽ ഞാൻ ജനിച്ച വീടൊന്നും എൻ്റെ ദൈവമേ ഒരു കുറവില്ലാത്ത 772 വീട്ടുകാർ അങ്ങ് കിഴക്ക് ഉറുകായി എന്ന് വന്നെന്നും ഭയങ്കര 7.5 പദവിയൊക്കെ കിട്ടിയ വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ശാപത്തിന് ഒരു കുറവുമില്ലായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഈ പദവി കൂടുന്നതിനനുസരിച്ച് കുടിക്കും കുറവില്ല. ശാപത്തിന് 5 തരം ശാപങ്ങളെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. 1 ജനറേഷണൽ കേഴ്സസ്, തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് വരുന്ന ശാപം. 2 ജോഗ്രഫിക്കൽ കേഴ്സസ്, ദേശത്തിൻ്റെ ശാപം. 3 സിൻ ബേസ്ഡ് കേഴ്സസ്, പാപനിമിത്തമുള്ള ശാപം. 4 സ്പോക്കൺ വേർഡ് കേഴ്സസ്, വാക്കുകൾ കൊണ്ടുള്ള ശാപം. 5 ട്രോമ ബേസ്ഡ് കേഴ്സസ്, ദുരന്തങ്ങൾ നിമിത്തമുള്ള ശാപം. പാസ്റ്റർ, എൻ്റെ അപ്പൻ്റെ ചേട്ടനെ ഞങ്ങൾ വിശ്വാസത്തിൽ വരാൻ കാരണം, എൻ്റെ അപ്പൻ്റെ ചേട്ടൻ 8ാമത്തെ വയസ്സിൽ ആടിനെ വളർത്തി സ്വർണ്ണമാല കഴുത്തലിട്ട മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് നിങ്ങൾ ഓർത്തോണം. ആ മനുഷ്യൻ 9ാമത്തെ വയസ്സിൽ തളർന്നുപോയി. അപ്പച്ചൻ്റെ പങ്ക് ബിസിനസ്സുകാരൻ കേശവുള്ള വന്നു പറഞ്ഞു, മാത്തിച്ചേട്ടാ ഇത് ചെയ്തു ദോഷമാണ്, ഇതിന് മറുകൃതി ചെയ്യണം. അപ്പച്ചൻ പറഞ്ഞു, ഈ ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യാൻ അറിയത്തില്ല. അപ്പോഴാണ് ആരോ പറഞ്ഞു കേട്ട് ഈ പെന്തിക്കോസുകാർ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നത് കേട്ടോ. പെന്തിക്കോസുകാർ കയറി വന്നേച്ച് അവരെന്തോ എടുത്തെന്നറിയോ, അവരൊന്ന് പ്രാർത്ഥിച്ചപ്പം ഞങ്ങളുടെ അപ്പായിയെ ദൈവം അങ്ങ് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ എഴുന്നേറ്റപ്പം പിന്നെ പഴയതിനകത്ത് നിൽക്കാൻ പറ്റുമോ? പഴയതിനകത്ത് നിങ്ങൾ ഇറങ്ങിപ്പോന്നു. ദൈവത്തിന് സ്തോത്രം. റാന്നി വെല്ലുവിളിയിൽ 9 അപ്പന്മാരുടെ മക്കളായിട്ട് 1500 ശാഖക്കാരുള്ള കുടുംബം ആ കണ്ണങ്കര കുടുംബം. ആ കണ്ണങ്കര കുടുംബത്തിൽ നിന്ന് എൻ്റെ വല്യപ്പൻ വിശ്വാസത്തിൽ വന്നപ്പോൾ വല്യപ്പൻ്റെ അപ്പനൊക്കെ പറഞ്ഞു, നീയും നിൻ്റെ പിള്ളേരും മുടിഞ്ഞു പോകുമെന്ന്. അതിനുള്ള വഴിയും ചെയ്തേ. എല്ലാവർക്കും 9 ഏക്കർ വീതം തോട്ടം കൊടുത്തപ്പോൾ എൻ്റെ വല്യപ്പന് മാത്രം വഴിയില്ലാത്തടത്ത് തോടിൻ്റെ കര 3/4 ഏക്കർ കൊടുത്തു. അപ്പച്ചന് മനസ്സിലായി അവിടെ കടന്നാൽ മുടി വന്നു. അതിന് പുള്ളി എന്തോ എടുത്തെന്നറിയോ, അത് വിറ്റേച്ച് അതുകൊണ്ടങ്ങ് അത്തിക്കേത്ത് പോയി വനന്ത് വെട്ടിത്തെളിച്ച ഭൂമി മേടിച്ചതാ. മുടിഞ്ഞില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം കണ്ണങ്കര കുടുംബയോഗത്തിൻ്റെ ഈ പ്രസിഡന്റ് അവരുടെ കുടുംബയോഗത്തിനകത്ത് പ്രസംഗിച്ചെന്ന് അനീഷ് തോമസ് പാസ്റ്റർ നമ്മുടെ കുടുംബത്തിന് ഒരു അഭിമാനമാണ്. കാരണം 2023 ശേഷം കുറഞ്ഞത് ഞാനൊരു 25 രാജ്യത്തേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഒരുത്തൻ്റെ ചരിത്രത്തെ ദൈവം അങ്ങോട്ട് മാറ്റാൻ തുടങ്ങിയാലുണ്ടല്ലോ. പക്ഷെ നീ ഒരു എഫോർട്ട് എടുക്കണം. ഈ ഞങ്ങളെപ്പോലുള്ള സുവിശേഷകർ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന ഒരാളാണ് സക്കായി, തീമായി. അതുപോലെ തന്നെ മറ്റൊരാളാ തീമായിയുടെ മകനായ ബർത്തിമായി. ഇവരൊക്കെ ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ കാരണമാകുന്നതിന് ഒരു കാരണമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ലൂക്കോസിന്റെ സുവിശേഷം 18ാം അധ്യായത്തിൻ്റെ 36ഉം 37ഉം വാക്യം ഈ ബർത്തിമായിയെ കുറിച്ച് വായിക്കാൻ പറ്റുന്ന ഒരു വാക്യമാണ്. 18ാം അധ്യായത്തിൻ്റെ 36ഉം 37ഉം വാക്യം. പുരുഷ കടന്നു പോകുന്നത് അവൻ കേട്ടു. കാണാൻ പറ്റാത്ത മനുഷ്യനാ. ഇതെന്താ എന്നവൻ ചോദിച്ചു. അപ്പോഴ് അവര് പറഞ്ഞു, ഇത് നസറേനായ യേശു കടന്നു പോകുന്നതാണെന്ന് അവൻ കേട്ടു. അപ്പോൾ അവൻ എന്നാ എടുത്തെന്നുള്ള കാര്യം മർക്കോസാ പറയുന്നത്. മർക്കോസ് 10ാം അധ്യായത്തിൻ്റെ 47ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. മർക്കോസ് 10ാം അധ്യായത്തിൻ്റെ 47ാമത്തെ വാക്യം. യേശു കടന്നു പോകുന്നത് കേട്ടപ്പം അവൻ എന്നാ എടുത്തെന്നറിയോ, യേശു എന്ന് കേട്ടിട്ട്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചു. അപ്പം ദൈവരാജ്യത്തിൽ എന്തേലും ഒരു അത്ഭുതം നടക്കണമെങ്കിൽ നിന്റെ ഒരു ശ്രമം ആവശ്യമാ. എത്ര ശാപം കയറി ഇരുന്നു പോയതാണേലും ഇന്ന് രാത്രി യോഗത്തിനകത്ത് നീ ഒന്ന് നിലവിളിക്കാൻ തയ്യാറായോ? നിലവിളിച്ചപ്പോൾ അവരെന്നാ എടുത്തു? നിലവിളിച്ചപ്പോൾ അവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചടാ, നീ എത്ര കൊല്ലമായിട്ട് ഇവിടെ നിലവിളിച്ചോണ്ടിരിക്കുക? അപ്പം അവൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയ കാലം മുതൽ നിലവിളിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവർക്ക് ഇതൊന്നും സൗണ്ട് അസ്വസ്ഥതയില്ലേ? അന്നേരം എന്നോട് പറഞ്ഞു, അന്ന് ഇപ്പം വരെ നിലവിളിച്ചത് അല്ല, ഇപ്പം ഞാൻ നിലവിളിച്ചേ.
യേശുവിനെ കണ്ടാൽ അതാ ഈ പ്രത്യേകത വരുന്നത്. യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചൊല്ലിൻ്റെ സ്വഭാവം മാറും. യേശുവിനെ കാണുന്നതിന് മുമ്പ് പണ്ടത്തേത് തന്നെ തന്നെയും പിന്നെയും ചൊല്ലുമായിരുന്നു, എല്ലാം തരണേ വല്ലോം തരണേ വല്ലോം തരണേന്ന്. പക്ഷെ യേശുവിനെ കണ്ടപ്പോൾ അവൻ ഇപ്പൊ നിലവിളിച്ചതിൻ്റെ അതാ യേശുവിനെ കണ്ടോണ്ടാ ഞങ്ങളുടെ ചൊല്ലുമാറിയെന്ന്. യേശുവിനെ കാണുമ്പോ അവന്റെ പുതിയ പാട്ട് വന്നെന്ന്. ഇത് കേട്ടപ്പോ ആൾക്കാർക്കൊരു അലർജി. പഴയ താളമില്ലാത്ത ഒരു പാട്ട്. അപ്പൊ അവൻ പറയാ, എടാ നിന്റെ അലർജി ഒന്നും എൻ്റെ വിഷയമല്ല, എനിക്ക് എഴുന്നേക്കണം. അവൻ എന്തോ എടുത്തെന്നറിയോ? പുതപ്പിട്ട് കളഞ്ഞങ്ങ് ചാടി എഴുന്നേറ്റു. ഞാൻ ചോദിച്ചു, എന്തിനാ നീ ചാടി എഴുന്നേക്കുന്നത്? അന്നേരം എന്നോട് പറയാ, എൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് ഞാൻ ചാടി എഴുന്നേക്കുക. ആയൂർ എന്നെ കേൾക്കുന്ന പൊന്നു കൂടെ പറപ്പേ, പഴയ ജീവിതത്തിൽ നിന്ന് ഒരുത്തൻ ചാടി എഴുന്നേക്കാൻ തയ്യാറായോ? അവന്റെ മേൽ സംഭവിക്കുന്നതാ ദൈവീക അത്ഭുതം. ഞങ്ങൾ ഈ കള്ളു കുടിക്കാത്തതിൻ്റെ കാര്യം, ഞങ്ങൾ കള്ളം പറയാത്തതിൻ്റെ കാര്യം, ഞങ്ങളെ ആരേലും തല്ലിയാലും സ്വോത്രം പറഞ്ഞേച്ച് തിരിച്ചു പോകുന്നതിൻ്റെ കാര്യം, യേശുവിനെ ഒരുത്തൻ കണ്ടു കഴിഞ്ഞാൽ അവന് പഴയ ജീവിതശൈലി തുടരാൻ പറ്റത്തില്ല. പഴയ ശാപത്തിൽ അവന് കിടക്കാൻ പറ്റത്തില്ല. അവനിലേക്ക് നോക്കിയവൻ അപ്പം ദൈവരാജ്യത്തിൽ ഒരു ശ്രമം വേണം. പിന്നെ ഈ ദൈവരാജ്യത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ? ദൈവരാജ്യത്തിൽ എപ്പോഴും ഒരു സ്ഥിരത ആവശ്യം. സ്തോത്രം. ഈ സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്തിനാണോ എഴുന്നേറ്റത് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യത നമുക്കുണ്ടാകണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമി വന്നേച്ച് അവിടുത്തെ നയം വ്യക്തമാക്കുകയായിരുന്നേ. എന്തായിരുന്നു നയം? സ്തോത്രം. ഒറ്റ നയമാണ്. കർത്താവ് പറയുക, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എനിക്ക് ആഹാരം. അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ടാണ് ഭൂതങ്ങളെ പുറത്താക്കിയത്, രോഗികളെ സൗഖ്യമാക്കിയതും മരിച്ചവരെ ഉയർപ്പിച്ചതുമില്ല. ഇത് കണ്ടപ്പം ജനങ്ങളെല്ലാം കർത്താവിനെ കുറിച്ച് ഓരോന്ന് പറയാൻ തുടങ്ങി. മത്തായി 16:13 മുതലുള്ള വാക്യങ്ങൾ. ജനങ്ങൾ പറഞ്ഞു, എലിയാവാ, യോഹന്നാനാ, മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പ്രവാചകനാ. കർത്താവ് ചോദിച്ചു, അവരൊക്കെ പറയുന്നൊന്നും എനിക്ക് വിഷയമല്ല, നിങ്ങളെന്നാ പറഞ്ഞു? അന്നേരം ഒരുത്തൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇത് കേട്ടപ്പോൾ കർത്താവ് പറയാ, ശിമോനെ നീ ഭാഗ്യവാനാടാ, നിനക്കിത് വെളിപ്പെടുത്തത് ജഡരക്തങ്ങളല്ല, നിനക്കിത് വെളിപ്പെടുത്തത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്. വെളിപ്പാട് പ്രാപിച്ചവനോടാ നിത്യതയെക്കുറിച്ച് കർത്താവ് പങ്കുവെച്ച്. നിത്യത പങ്കുവെച്ചപ്പോൾ അവൻ പറയാ, അവൻ്റെ തനിസ്വഭാവം വെളിപ്പെടുത്തും, അങ്ങേക്കത് ഭവിക്കരുത്. അപ്പം കർത്താവ് പറഞ്ഞു, പോസാത്താനെ. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയോ? എന്തിനു വേണ്ടിയാണോ വന്നത് ആ ലക്ഷ്യത്തിനെതിരായി സംസാരിക്കുന്നതിനോടെല്ലാം നോ പറയാനുള്ള ഒരാർജവത്വം. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അതിപ്പോൾ ഏത് ജിഹാദും കൊണ്ട് വന്നാലും നോ പറഞ്ഞേക്കണം. കാരണം നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ. നമ്മുടെ ലക്ഷ്യം ഈ കൺവെൻഷനൊന്നും അല്ല. നമ്മുടെ ലക്ഷ്യം ഇതുപോലൊരു ദിവസത്തിൽ കാഹളം ധ്വനിക്കും, മരിച്ചവർ നിങ്ങളെടുത്ത ഒരു കോഴ്സ് അത് ഇച്ചിരി തെറ്റിയാൽ അടുത്ത ഒരെണ്ണം എടുക്കാൻ ഓപ്ഷൻ ഇല്ലേ? എൻ്റെ പ്രസംഗം ഇച്ചിരി ഇന്ന് പാളിയ നാളെ എനിക്ക് ഒറ്റ ശേഖരം എടുത്ത് ഇച്ചിരി കൂടെ വൃത്തിയാക്കാനുള്ള ഓപ്ഷൻ ഇല്ലേ? ഇന്ന് അമ്മാമ്മ എടുത്ത ചായക്കകത്ത് ഇച്ചിരി മധുരം കുറവാണ്, ഒന്ന് സിപ്പ് ചെയ്തേച്ച് പിന്നെപ്പോ ഇച്ചിരി മധുരിടാൻ ഓപ്ഷൻ. പക്ഷേ ഇതിന് സെക്കൻഡ് ഓപ്ഷൻ ഇല്ലാത്ത സംഗതിയാ ഒരു കാഹളം. വി ആർ വെയിറ്റിംഗ് ഫോർ എ സൗണ്ട്. ഇവിടെ പോയില്ലേ? പിന്നെ ഈ പാസ്റ്ററൊക്കെ എന്നെ ഇപ്പൊ എന്താ ഉയർത്തിയേ? എടാ ഇത്രയെല്ലാം ഉയർത്തിച്ച് കാഹളം കേട്ടു പോയില്ലേ? പിന്നെ അതുകൊണ്ട് തന്നെയാ ലക്ഷ്യത്തിനോട് സ്ഥിരത കാണിക്കും. ഈ ലക്ഷ്യത്തോട് സ്ഥിരത കാണിക്കാൻ ഭയങ്കര ലക്ഷ്യത്തോടെ ഇറങ്ങിയ ആളാ. അതുകൊണ്ടാണല്ലോ ലോത്തിന്റെ ഭാര്യ ഓർത്തോളാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഈ പോയി പക്ഷെ ലക്ഷ്യത്തിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേന് ഉൽപ്പത്തി 13:10
യഹോവയുടെ തോട്ടം പോലിരുന്ന ഒരു സ്ഥലമാണ് സോതോം, അല്ലേ? ഏതേം പോലെ. പിന്നെ ഈ സോതോമിൽ ഉൽപ്പത്തി 19:1 ലോത്തിരുന്നതെന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയാം? പട്ടണവാതിക്കലായിരുന്നു. പട്ടണവാതിക്കലിരുന്നതിനെ കലിങ്കയിരുന്നല്ല അതിൻ്റെ അർത്ഥം. ആവർത്തനം 29:19 വായിക്കുമ്പം മൂപ്പന്മാരിരുന്ന് പ്രശ്നം പരിഹരിക്കുന്ന സ്ഥലം ഈ പട്ടണവാതിൽ. അതുകൊണ്ട് രൂത്ത് 4:1-2 വാക്യത്തിൽ അത് തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പം തന്നെ ഈ ഭാര്യയ്ക്ക് ഈ പട്ടണത്തിൽ ഇരിക്കുന്ന ഭർത്താവ് വലിയൊരു കീർത്തിയാണെന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം ഏതാണെന്നറിയോ? സദൃശവാക്യം 31:23. ദേശത്തിലെ മൂപ്പന്മാരോടുകൂടെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതിക്കൽ ആരാകും? പ്രസിദ്ധനാകും. അപ്പം മെറ്റീരിയൽ ബ്ലെസ്സിങ് മാത്രമല്ല, സോഷ്യൽ പൊസിഷനും ഉള്ള ഒരു സ്ഥലമായത് പട്ടണം ഈ സോതോമേ. പിന്നെ ഉൽപ്പത്തി 19:16 അവിടെ ദൂതന് ഇറങ്ങുന്നുണ്ട്. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഉൽപ്പത്തി 14:12 ഇവർ ഇതുപോലെ സമാനമായ പ്രശ്നത്തിൽ അകപ്പെട്ടപ്പോൾ എന്ത് ചെയ്തതാ? അബ്രഹാമിനെ അയച്ച് ദൈവം അവരെ എന്ത് ചെയ്തതാ? വിടുവിച്ചതാ. അതുകൊണ്ട് ഇവക്കൊരു തോന്നലുണ്ടായി, ഇന്നലത്തെ പ്രശ്നത്തിനകത്ത് ദൈവം ഇടപെട്ടുകൊണ്ട് ഇന്നും ആരേലും ഒക്കെ എന്ത് ചെയ്തോളും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയ അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഒക്കെ ആ ദിവസം ഉറക്കമൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഞാനിവിടെ നേരത്തെ വന്നു, ഒരു 5 മിനിറ്റ് കിട്ടിയപ്പോൾ ഇങ്ങനൊരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് 4 കാര്യമാണ് പറഞ്ഞത്. അതിഭക്ഷണം, ഉപജീവന ചിന്ത, മദ്യപാനം, ആത്മീക ഉറക്കം. ഇതൊക്കെ സ്ഥിരതയെ തടയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഉണർന്നോണം, സഭ ഉണർന്നോണം. ലോത്തിന്റെ ഭാര്യയുടെ ഹൃദയമാകപ്പെട്ടതുപോലെ നമ്മുടെ ഹൃദയം അകപ്പെടും. നമുക്കൊരു ലക്ഷ്യമുണ്ട്. സ്തോത്രം. എന്താ നമ്മുടെ ലക്ഷ്യം? ഒറ്റ ലക്ഷ്യം. സ്കോപ്പോസ്. ലക്ഷ്യം എന്നാ വാക്കിൻ്റെ അർത്ഥം. പിൻപിലുള്ളത് മറന്നു മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞു. ദൈവത്തിൻ്റെ പരമവിളിവിടലാക്കില്ല വിരുദ്ധനായി. ഞാൻ ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം മാറുന്നതിൻ്റെ ഒരു ചിത്രം പറഞ്ഞ് വാക്ക് പരിമിതപ്പെടുത്തും. ബൈബിൾ പഠിക്കുമ്പോൾ 2 ഹാനോക്കുമാരെ ഉൽപ്പത്തിയിലെ 4ഉം 5ഉം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി 4:17 ഒരു ഹാനോക്കിനെ കാണാം. അതാരാ? കയീൻ്റെ മകൻ ഹാനോക്ക്. സ്തോത്രം. ദൈവസാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോയ കയീന് എന്ത് ചെയ്തെന്നറിയോ? നേരെ പോയി ഒരു വലിയ പട്ടണം അങ്ങ് പണിതു. എന്നിട്ട് പട്ടണത്തിനൊരു പേരിട്ടു. മോൻ്റെ പേരെന്താ? ഹാനോക്ക്. ഓട്ടോ മേടിച്ചു പിള്ളേരുടെ പേരിടുന്നവരുണ്ടായിരുന്നു. എന്തിനാ? പേര് നല്ലത്. ഇപ്പോഴും പലരും പേര് നിലനിർത്താൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ റീലിടുവല്ലേ, പേരുണ്ടാക്കാൻ. പക്ഷേ ഉൽപ്പത്തി 4:26 ഷേത്തുവിൻ്റെ മകൻ, സ്തോത്രം, അവൻ്റെ കാലത്ത്, ഏനോഷിൻ്റെ കാലത്ത് ആരാധന തുടങ്ങി. ഷേത്ത്, ഏനോഷ്, കേനാന്, മഹലേൽ, യാരേദ്, അടുത്തത് ഹാനോക്ക്. മെതുശലേഖിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു. അച്ചായാ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. ഇപ്പോഴും നമ്മുടെ കൊട്ടാരക്കര കോടതി മിസ്സിംഗ് കേസ് കിടക്കുക. മിസ്സിംഗ് കേസാ അത്. പക്ഷേ നിങ്ങൾക്കറിയാവുന്ന ഹാനോക്കാരാ? പട്ടണം പണിത് കയീൻ്റെ മകൻ ഹാനോക്കിനെയാണോ നിങ്ങൾക്കറിയാവുന്നത്? അതോ ദൈവത്തോടൊപ്പം നടന്നവനെയാണോ നിങ്ങൾക്കറിയാവുന്നത്? അതുകൊണ്ടാണ് ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുക, ദൈവത്തോടൊപ്പം നടക്കുന്നവൻ്റെ ചരിത്രമേ മാറത്തുള്ളൂ. എന്താ പൗലോസ് പറയുന്നത്? ഒന്നും ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞും കൊണ്ട് പരമവിളിയുടെ ലാക്കിലേക്ക് വിരുത്. PRIZD, ദ പ്രൈസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്ത്യ ജീവിതത്തിനൊരു സമ്മാനമുണ്ട്. എന്താ ഈ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ സമ്മാനം? പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7:56. ക്രിസ്ത്യ ജീവിതത്തിന് കിട്ടുന്ന ഒരു സമ്മാനമുണ്ട്. ഒന്ന് വായിച്ചു നോക്കിക്കേ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 56-ാമത്തെ വാക്യം. അവിടെ ആ മനുഷ്യൻ പറയുക എന്താ കിട്ടുന്ന സമ്മാനം? ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും. നിങ്ങൾ ഞാൻ പറയുന്ന കുറേ വാക്യം ഒന്ന് എഴുതിയെടുക്കണേ. ആ വാക്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ചെന്നോ ഒക്കെ ഒന്ന് വായിക്കണം. 110-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. എന്താ സങ്കീർത്തനം 110-1 എഴുതിയിരിക്കുന്നത്? 110-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുക, ദൈവത്തിന് സ്തോത്രം. യഹോവയാ എൻ്റെ കർത്താവിനോട് അരുളിച്ചത്, നീ എൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നിൻ്റെ വലതുഭാഗത്തിരിക്കുക. അതെ, അപ്പം വലതുഭാഗത്ത് ഇരിക്കുക, അതവിടെ നിൽക്കട്ടെ. അടുത്ത ഒരു വാക്യം
മർക്കോസ് 16 അധ്യായത്തിൻ്റെ 19 വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ പത്മസിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെ തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരുന്നു. ഇനി അടുത്ത വാക്യം റോമാലേഖനം 8 അധ്യായത്തിൻ്റെ 34 വാക്യം. എന്താ അവിടെ വായിക്കുന്നത്? റോമാലേഖനം 8 അധ്യായം അവിടെ എഴുതിയിരിക്കുക, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതകം ചെയ്യുകയും ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 3 അധ്യായത്തിൻ്റെ 21 വാക്യം. വെളിപ്പാട് പുസ്തകം 3 അധ്യായത്തിൻ്റെ 21 വാക്യം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിലിരിക്കാൻ എന്തു നൽകും? വരം നൽകും. ഇനി 4 അധ്യായത്തിൻ്റെ 1, 2 വാക്യം. സ്വർഗത്തിൽ വാതിൽ തുറന്നിരിക്കുന്നു, എന്നോട് അവിടെ കയറി വരിക സംഭവിക്കാൻ ഉടനെ ഞാൻ ആത്മവിശ്വനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാം ഇരിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അപ്പോസ്തലപ്രവൃത്തി 7 അധ്യായത്തിൻ്റെ 56 വാക്യത്തിൽ നിങ്ങൾ ഒരാളെ കാണുക. എന്താ പ്രത്യേകത? അവൻ പറയുക, സ്വർഗം തുറന്നിരിക്കുന്നതും യേശു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ പൊന്നു കർത്താവ്, എല്ലായിടത്തും അങ്ങ് വലതുഭാഗത്ത് ഇരിക്കുകയാണല്ലോ, ഇവിടെ അങ്ങ് എഴുന്നേറ്റ് നിൽക്കുന്നത്. അപ്പോൾ എന്നോട് പറയുക, എൻ്റെ നാമത്തിന് വേണ്ടി ഏറുകൊണ്ട് എൻ്റെ പൈതൽ അവൻ്റെ കിരീടം പ്രാപിക്കാനായിട്ട് വരുന്നത് കാണുമ്പോൾ എനിക്ക് എഴുന്നേക്കാതിരിക്കാൻ പറ്റത്തില്ല. സ്തെഫാനോസേ, നാട്ടുകാർ മുഴുവൻ നിനക്ക് നേരെ എറിയുന്ന കല്ലും വടിയാ കാണുന്നത്, നീ എന്താടാ കാണുന്നത്? ഞാൻ കാണുന്നത് എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗമാ ഞാൻ കാണുന്നത്. അതുമാത്രമല്ല, സ്വർഗം തുറന്നിരിക്കുന്നതും യേശു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഒരു കാര്യം ഓർത്തോണം, നീ നന്നായിട്ട് ഓടി പൂർത്തീകരിച്ചാൽ നീ കാണുന്നത് സ്വർഗീയ ദർശനമാ. ദൈവത്തിന് സ്തോത്രം. നീ നന്നായിട്ട് ഓടി പൂർത്തീകരിച്ചാൽ, ഹല്ലേലൂയ, ലോകം നിന്നെ ഏറ്റവും ഒറ്റപ്പെടുത്തുമ്പോൾ നിന്നെ ആദരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമാ നീ കാണുന്നത്. നീ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി നിന്നാൽ സ്വർഗം നിനക്ക് വേണ്ടി നിൽക്കുമെന്ന ഞാൻ ഇന്ന് രാത്രി പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരൊറ്റ തീരുമാനമെടുക്കാൻ. കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷരായിട്ട് ഉയർക്കും, നാം രൂപാന്തരപ്പെടും. ഞാൻ ഇനിയും വിവരിക്കുന്നില്ല. എനിക്ക് തന്ന സമയം ഏകദേശം സമാപിച്ചു. അനുഗ്രഹീതരായ ദൈവദാസന്മാർ നാളുകളിൽ വന്നാൽ അവരതിൻ്റെ വാക്കി പൂരിപ്പിക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ സഹോദരങ്ങളും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരുമാണ്. പക്ഷെ ഒരു ചോദ്യം, ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി പാടുവയ്ക്കുന്ന നീ കാണുന്നത് കല്ലും വടിയൊന്നുമല്ല, തുറക്കപ്പെട്ട സ്വർഗം. 93 ബില്യൺ പ്രകാശവർഷം വലിപ്പമുള്ളതായി ഭൂമി. ഈ ഭൂമിയിൽ 8,64,000 മൈൽ പ്രകാശവർഷം വ്യാസത്തിൽ 5500 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിയുന്നൊരു സൂര്യൻ നിൽപ്പുണ്ട്. തൊട്ടപ്പുറത്ത് 3474 മൈൽ പ്രകാശവർഷ വ്യാസമുള്ള ചന്ദ്രൻ, എണ്ണമറ്റ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സി, 1.6 ദശലക്ഷം ഫംഗസുകൾ, 10,000 ഇനം ഉറുമ്പുകൾ, 10,000 ഇനം പക്ഷികൾ, 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനിടയിൽ പൂച്ചെടികൾ, 4000-നും 5000-ത്തിനിടയിൽ പ്രസവിക്കുന്ന ജീവികൾ. ഇതിനെയെല്ലാം ഉളവാകട്ടെന്ന് ഒരൊറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ മഹാദൈവം. ഇങ്ങനൊരു ദൈവത്തെ സേവിക്കുന്നത് അഭിമാനമുള്ളവരൊക്കെ ആ കര ഉയർത്തി ഉറക്കെ പറ, ജീവനുള്ള സത്യദൈവത്തെ. ഈ ദൈവം ഒരിക്കൽ മഹാപ്രപഞ്ചത്തിൽ ഭൂമിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന നക്ഷത്ര സൂര്യനാണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം 9.5 കോടി മൈല്. 9.5 കോടി മൈല് ഓർത്തോണം, 9.5 കോടി മൈൽ. സൂര്യൻ കഴിഞ്ഞാൽ പിന്നുള്ള അടുത്ത നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറി. എത്ര ദൂരം? 4.25 ലക്ഷം ലൈറ്റ് ഇയേഴ്സ്. പിന്നെ എണ്ണമറ്റ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സി, നീലാകാശം. ഇതെല്ലാം താണ്ടി വേണം നമ്മൾ പറയുന്ന ഈ സ്വർഗത്തിലെത്താൻ. ഇന്നുള്ളതിൽ ഏറ്റവും സ്പീഡുള്ള വാഹനം ലംബോർഗിനി ഒന്നുമല്ല. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 175 മുതൽ 600 കിലോമീറ്ററിനകത്ത്
മനുഷ്യൻ ചിട്ടപ്പെടുത്തിയ ഒരു സംവിധാനമുണ്ട്, സ്പേസിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്ന വാഹനത്തിൻ്റെ പേരാണ് സ്പേസ് ഷട്ടിൽ. സ്പീഡ് എത്ര എന്നറിയാം മക്കളെ? 17,000 മുതൽ 27,000 കിലോമീറ്റർ വേഗത്തിലാണ് പോകുന്നത്. 27,000 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന ഈ വാഹനത്തിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 175 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള 4 പേര് പോന്നിട്ട് അവർ ഫ്ലോറിഡയിലെ കടലിറങ്ങാനെടുത്ത മണിക്കൂർ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 17 മണിക്കൂർ. ഞാനന്ന് ഫ്ലോറിഡയിലുണ്ട്. 17 മണിക്കൂർ എടുത്തു. ഈ വാഹനത്തിൽ 9.5 കോടി മൈൽ അപ്പുറത്ത് നിൽക്കുന്ന സൂര്യനിൽ ചെല്ലണേ എത്ര നാളെടുക്കുമെന്ന് നിങ്ങൾ പറ. 4.25 ദശലക്ഷം പ്രകാശ വർഷം അപ്പുറത്ത് നിൽക്കുന്ന പ്രോക്സിമ സെഞ്ചുറി എത്ര നാളെടുക്കുമെന്ന് നിങ്ങൾ പറ. എണ്ണമറ്റ നക്ഷത്രങ്ങളും മിൽക്കി വേയും നീലാകാശവും താണ്ടി സ്വർഗത്തിലെത്തണേ എത്ര നാളെടുക്കും? ഞാൻ പൗലോസിനെ വിളിച്ചു, നമ്മുടെ സംവിധാനം. പുള്ളി പറഞ്ഞു, ഇങ്ങനൊന്നും അല്ല നമ്മുടെ സംവിധാനം. നമ്മുടെ സംവിധാനം അറിയാവുന്ന ദൈവമക്കൾ പറ. കാഹളം ധ്വനിക്കും, മരിച്ചവർ എന്തോ സ്പീഡ് എങ്ങനെ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മൾ പ്രത്യാശയുള്ളവരെല്ലാം കണ്ണുകളടച്ചു. ഷബാരാധാര, ഒരു ശ്രമം, ഒരു സ്ഥിരത, ഒരു വലിയ ലക്ഷ്യം. നമുക്കിന്ന് രാത്രികാലം ശംധാന ഹത്തന റബന റബനാദര ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടോ പ്രിയപ്പെട്ടവരെ? ഇന്ന് രാത്രികാലം പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് വേണ്ടി ആജ്ഞം കൊണ്ട് പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, പാറ്റേൺ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, പ്രൈസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, അതിലെല്ലാം ഒരു ഇത് പവർ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നമുക്ക് മുന്നോട്ടോടാം. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സുള്ളവരെല്ലാവരും ഒരു നിമിഷം ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ചേർന്ന് പാടി പ്രത്യാശയുടെ ഗാനത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുന്ന സമയമാണ്. ഷബാര, ഒറ്റ കണ്ണുകളും തുറക്കരുത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അലക്ഷ്യരാകരുത്. ഈ രാത്രി എനിക്ക് പറയാനുള്ള സന്ദേശം ഇത്രയേ ഉള്ളൂ. പഴയ ജീവിതം വിടണം. കർത്താവിനെ കണ്ടാൽ, കർത്താവിനെ കുറിച്ച് കേട്ടാൽ പഴയതെല്ലാം വിടും. കർത്താവിനെ ഒരുത്തം കേട്ടാൽ പഴയതെല്ലാം വിട്ട് ചോടും. ദൈവത്തിന് സ്തോത്രം. ഓടിയാൽ നിന്നെ നിത്യതയിലെത്തിക്കാൻ എൻ്റെ ദൈവം പ്രാർത്ഥന. ഇന്ന് രാത്രി ഈ കർത്താവിന് വേണ്ടി നിൽക്കാൻ തീരുമാനമുള്ളവരൊക്കെ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടെങ്കിൽ സ്ഥിരതയോടെ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഭൗതികമായതോ മണ്ണെ പ്രതി മാണിക്യം ഞാൻ വിടത്തില്ലെന്ന് തീരുമാനമുള്ളവരൊക്കെ ആ കര ഉയർത്തിപ്പിടിച്ച് ഒന്ന് പറ, എൻ്റെ ദൈവത്തിന് വേണ്ടി സ്ഥിരതയോടെ നിൽക്കാൻ. ഉയർന്നു നിൽക്കട്ടെ, ആ കര ഉയർന്നു നിൽക്കട്ടെ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് വേണ്ടി ആജ്ഞം കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് വിരുദിനായി ഓടുന്നു കർത്താവേ. ഇന്ന് രാത്രി തീരുമാനത്തോടെ ദൈവം ഭാഗ കര ഉയർത്തി സകല ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവര് മുന്നോട്ടോടട്ടെ, നിത്യതയെ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നിൽപ്പോ.